ഹലോ ആൻഡ് വെൽക്കം ടു ബൈലിംഗൽ വിത്ത് ഡിസ്നി. ഞാനും ജീത്തും ഇന്നിവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് കാര്യം കോമൺ ആയിട്ടുണ്ട്. ഒന്ന്, ഞങ്ങൾ രണ്ടുപേരും ക്രിക്കറ്റ് ലവേഴ്സ് ആണ്. അതുകൂടാതെ ഞങ്ങൾ മില്ലേനിയൽസ് ആണ്. അപ്പം ഞങ്ങള് മെയിൻ ആയിട്ടും മില്ലേനിയൽസ് ആയിട്ടുള്ള ഞങ്ങൾ കണ്ട അല്ലെങ്കിൽ നമ്മൾ ആസ്വദിച്ച ക്രിക്കറ്റിനെ കുറിച്ചായിരിക്കും ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ നോട്ട് നെസസറിലി ഇത് ഫണ്ണായിക്കൊള്ളണം നിർബന്ധമില്ല. കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ജീത്ത് ഒരു ഹിറ്റ്മാന്റെ ഫാനാണ്. പക്ഷെ ഞാൻ സഞ്ജു സാംസന്റെ ഫാനാണ്. അപ്പൊ ഇത് ഫണ്ണാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ലെറ്റ് സി. ഞാനൊക്കെ പണ്ട് ഈ പത്രമൊക്കെ വായിച്ചിട്ടാണ് നമ്മൾ ക്രിക്കറ്റിന്റെ ന്യൂസ് ഒക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് TV ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഏറ്റവും അവസാനത്തെ പേജിൽ നിന്നായിരുന്നു ഫ്രണ്ടിലോട്ട് വായിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും അവസാനത്തെ പേജുകളായിരുന്നു സ്പോർട്സ് പേജ്. അപ്പൊ ആ സമയത്തൊക്കെ, ആ കാലത്തൊക്കെ ക്രിക്കറ്റ് ഒരു മതമാണെങ്കിൽ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു അതിന്റെ ദൈവം അല്ലെ. അങ്ങനെ നമ്മൾ ക്രിക്കറ്റിനെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ചില പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പം ഈ ക്രിക്കറ്റിനെ അതിനിടയ്ക്ക് ക്രിക്കറ്റിൽ ഒരു വിജയം വന്നെങ്കിൽ നമ്മൾ അതെല്ലാം മറക്കും. നമ്മളുടെ ബാക്കി ഒരുപാട് ജനതകളുടെ ഒരു ആശ്വാസം, എന്റർടൈൻമെന്റ് ആയിരുന്നു ക്രിക്കറ്റ്. അങ്ങനെയാണ് നമ്മളത് കണ്ടു വളർന്നത്. ഈ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ വിരമിക്കൽ എന്തുമാത്രം ക്രിക്കറ്റിന്റെ ആസ്വാദനത്തെ ജീത്ത് തോന്നുന്നുണ്ടോ, അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് ജീത്തിന്റെ? അതോ ഒന്നും ബാധിച്ചതായിട്ട് തോന്നില്ല? എനിക്ക് ശരിക്കും ഞാൻ ആ സമയത്തൊക്കെ വിചാരിച്ചത് ഒരു സച്ചിൻ ടെണ്ടുൽക്കറിന് മുമ്പ്, സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം, അങ്ങനത്തെ ഒക്കെ ഒരു. അല്ല, ഞാനും ആ ഒരു കാറ്റഗറിപ്പെട്ട ആളായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ലാസ്റ്റ് കളിച്ചിട്ട് ആ ഒരു ടെസ്റ്റ് മാച്ച് ഉണ്ടല്ലോ പുള്ളി. അപ്പൊ അന്ന് ടെസ്റ്റ് മാച്ച്, ആ ലാസ്റ്റ് ടെസ്റ്റ് മാച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്ത സമയത്തായിരുന്നു. അപ്പൊ അന്ന് ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ പബ്ലിക് ഹാളിൽ വന്നിരുന്ന് ഒരുമിച്ച് കാണുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് പുള്ളി റിട്ടയർ ചെയ്തതിനു ശേഷം ഞാനും കുറെ നാള് ക്രിക്കറ്റ് അങ്ങനെ അധികം ഫോളോ ചെയ്തിരുന്നില്ല. പിന്നീട് ഈ IPL കുറെ കൂടെ കൊമേഴ്ഷ്യലൈസ് ആയല്ലോ. അതായത് 2015 ശേഷം പിന്നീട് കുറെ കൂടെ പീക്ക് ചെയ്തു. അപ്പൊ ആ സമയത്താണ് ഞാൻ പിന്നെ അതിനകത്ത് കുറെ ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ 2019 വേൾഡ് കപ്പ് ഒക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഹിറ്റ്മാൻ ഒക്കെ പീക്ക് ഫോമിലേക്ക് എത്തിയ സമയത്ത് പിന്നെയും ഇൻട്രസ്റ്റ് കയറി. പിന്നെ കോവിഡ് ആയപ്പം എല്ലാ ഫോർമാറ്റിലും, അതായത് ടെസ്റ്റും, ODI, T20 ഈ 3 ഫോർമാറ്റിലും ഒരേപോലെ ഇൻട്രസ്റ്റ് പിടിച്ചു. കാര്യം സ്റ്റേ അറ്റ് ഹോം ആണല്ലോ അന്ന്, വർക്ക് ഫ്രം ഹോം ഇതെല്ലാം ആയ സമയത്ത്. പണ്ട് മുതലേ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന ആളാണോ അതോ? ഇല്ല, ഞാൻ ആക്ച്വലി ജോലി ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് കാര്യമായിട്ട് കളിച്ചു തുടങ്ങിയത്. അപ്പൊ അതിനു മുമ്പൊക്കെ നമ്മൾ അറിയില്ല, ഗളി ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ സ്കൂളിലും അവിടെ ഇവിടെയൊക്കെ ലോക്കലായിട്ട്, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടും ഒഫീഷ്യലായിട്ടും അല്ല, നമ്മൾ തട്ടിമുട്ടിയും കളിക്കാന്നൊക്കെ പറയത്തില്ല. ഇവർക്കൊരു ക്രിക്കറ്റ് ടീം ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ വിചാരിച്ചു ക്രിക്കറ്റ് ഒക്കെ ഇവരെല്ലാരും കളിക്കുന്ന ഒരു ഗെയിമാണല്ലോ, അപ്പം ഞാനിത് കളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇതിന്റെ ഒരു 3 ബോളിങ്, നമ്മളുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഒരു 3 തവണ ബോളിംഗ് ചെയ്തു, 2 തവണ ബാറ്റിംഗ് ചെയ്തപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് ഇത് കളിക്കുന്നേക്കാളും ഭയങ്കര ഈസിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പണ്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഓസ്ട്രേലിയൻസ് ഒക്കെ ക്രിക്കറ്റ് കളിക്കത്തില്ലേ, അപ്പൊ അവര് ഈ ടീമുകൾ തമ്മില് ലൈക്ക് ചീത്ത വിളിക്കുക, ഇതൊക്കെ കോമൺ ആയിരുന്നു. പക്ഷെ കോഹ്ലി വന്നതിന് ശേഷം ശ്രദ്ധിച്ചിട്ടുണ്ടോ, പുള്ളി 2 തിരിച്ചും വിളിക്കും. ലൈക്ക് പുള്ളി ഇങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനായി നിന്നിട്ട്. സോ അത് പക്ഷെ സച്ചിൻ ടെണ്ടുൽക്കർ ഒന്നും അങ്ങനെ അല്ലായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര ക്ലാസ് അല്ല, കോഹ്ലി ക്ലാസ് അല്ലെന്നല്ല ഞാൻ പറയുന്നേ, പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ പുള്ളിക്കാരൻ അത് തിരിച്ചു പറയുന്ന ഒരു രീതിയായിരുന്നു. അതേ വേറൊരു കാര്യം എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുള്ള കാര്യമാണ് ഫേവറിറ്റിസം ക്രിക്കറ്റിലെ. അത് വിശ്വസിക്കുന്നുണ്ടോ ക്രിക്കറ്റിൽ ഫേവറിറ്റിസം ഉണ്ടെന്ന്? അല്ല, അതിപ്പോ എല്ലായിടത്തും ഇല്ലേ, അപ്പൊ എല്ലാ ഫീൽഡിലും ഉള്ള പോലെ അതുകൊണ്ട് അത് കുഴപ്പമില്ലെന്നോ? അല്ല, കുഴപ്പമില്ലെന്നല്ല, ഇപ്പൊ എല്ലാ ഫീൽഡിലും ഉള്ള ഇത് ആ ആസ്പെക്ട് ഒക്കെ ഇതിനകത്തും കാണും. എനിക്ക് തോന്നുന്നത് സഞ്ജു സാംസൺ വേറൊരു സ്റ്റേറ്റിൽ ജനിച്ചിരുന്നെങ്കിൽ പുള്ളിക്കാരന് കൂടുതൽ അവസരങ്ങൾ കിട്ടിയേനെ. ഉറപ്പായിട്ടും. കാര്യം എനിക്കൊന്ന് കേരളത്തിൽ നിന്ന് അത്ര ലോബിയും കാര്യങ്ങളൊന്നും അത്ര സ്ട്രോങ് അല്ലാന്ന് തോന്നുന്നു. കാര്യം വേറെയും പ്ലേയേഴ്സ് അങ്ങനെ അധികം വന്നിട്ടില്ലല്ലോ ഇതിനു മുമ്പ്. എനിക്ക് തോന്നുന്നു ശ്രീശാന്ത് ഒരു എക്സെപ്ഷനാണ്. ശ്രീശാന്ത് വന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ യൂത്ത് ടീം ബിൽഡ് ചെയ്തോണ്ടിരുന്ന സമയമാണ്. ഇപ്പൊ ധോണിയുടെയൊക്കെ വളർച്ചയൊക്കെ ആ സമയത്താണ്. അപ്പൊ ആ സമയത്ത് യങ്സ്റ്റേഴ്സ് വന്നിരുന്ന കറക്റ്റ് ടൈമിൽ ശ്രീശാന്തിനും ഫോമിലാകാൻ പറ്റിയോണ്ട് പുള്ളി പീക്കിൽ ഒരു ടീമിൽ ഒരു മെയിൻ മെമ്പർ ആയിരുന്നു. പക്ഷെ എനിക്കൊന്ന് സഞ്ജു വന്നപ്പോഴേക്കും ആ ഒരു ഫ്ലോ കഴിഞ്ഞു. ഞാൻ പറയട്ടെ, നമ്മുടെ ഹിറ്റ്മാന് തന്നെ ധോണി വൺസ് പുള്ളിക്കാരനെ ഓപ്പണറായിട്ട് ഇറക്കിയതിന് ശേഷമാണല്ലോ പുള്ളിക്കാരന്റെ ടാലന്റ് ഒക്കെ വെളിയിൽ വന്നത് അല്ലെ. അതിന് മുന്നേ ലൈക് ഐ വാസ് നോട്ട് സെയിങ് പുള്ളിക്കാരൻ നല്ല കളിക്കാരൻ തന്നെ ആയിരുന്നു, പക്ഷെ പുള്ളിക്കാരനെ വൺസ് ആ ഓപ്പണർ ആക്കിയ പിന്നെയാണ് പുള്ളിക്കാരൻ ഒരു ഹിറ്റ്മാനായി മാറിയത്. അപ്പം ലൈക്ക് അങ്ങനെയൊന്നും സഞ്ജു സാംസൺ അവസരം കിട്ടുന്നില്ല. അല്ല, സഞ്ജുവിന് എനിക്ക് തോന്നുന്നു ഇതുവരെയും ഒരു ഫുൾ സീരീസ് അങ്ങനെ ചെയ്തിട്ടില്ല. ലൈക്ക് ചില ആൾക്കാർക്ക്, ഇപ്പൊ കോഹ്ലിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർ ആദ്യം പറയും ഓക്കെ സോ യു ഗോയിങ് ടു ഗെറ്റ് 5 നമുക്ക് അതൊരു കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യത്തില്ലേ?
ആ അല്ല എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വേറെയും കുറച്ച് കാര്യങ്ങളുള്ളതെന്ന് വെച്ചാൽ ഈ മെയിൻ സിറ്റീസ് നിന്ന് വരുന്ന പ്ലേയേഴ്സിന് ഈ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ്സ് ഒക്കെ ഒരുപാട് കാണും. അപ്പൊ അവരെ ബാക്ക് ചെയ്യുന്ന ഇപ്പം എനിക്കൊന്ന് ശുഭ്മൻ ഗില്ലില്ലേ, ഇപ്പൊ ശുഭ്മൻ ഗില്ല് പോലും ഇടയ്ക്ക് ഫോം ഔട്ടൊക്കെ ആയാലും പുള്ളിയെ ബാക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കോഹ്ലിയുടെ അതേ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് കമ്പനീസ് ആണ് ശുഭ്മൻ ഗില്ലിനെ ബാക്ക് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഒരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം BCCIയിലും അതിന്റെ പിയർ പ്രഷറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ സഞ്ജുവിന് എനിക്ക് തോന്നുന്നില്ല അപ്പം അത്രയും ബിഗ് സിറ്റി എന്നുള്ള ഇപ്പൊ രാജസ്ഥാൻ റോയൽസ് എന്നുള്ള ഒരു ബാക്കിംഗ് ഇല്ലെങ്കിൽ പുള്ളി എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിലും ഇപ്പൊ കാണത്തില്ല. അപ്പൊ അല്ല അതൊക്കെ പുള്ളിക്കാരൻ ആക്ച്വലി ഒരു അൺലക്കി പേഴ്സൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരൻ എന്താ പറഞ്ഞാൽ നമുക്ക് റൈറ്റ് ടൈമിങ്ങിൽ റൈറ്റ് ആള് വരിക എന്നൊക്കെ പറയത്തില്ലേ, അത് ലക്ക് ഒരുപാട് ഫാക്ടർ അല്ലേ ക്രിക്കറ്റില്. നമ്മള് ഇപ്പൊ ക്രിക്കറ്റിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ വേറെ ഏത് ഗെയിം എടുത്ത് നോക്കിയാലും ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ക്രിക്കറ്റിനെ യുണീക്ക് ആക്കുന്നതും അത് തന്നെയാണ്. ആ ലക്ക് ഫാക്ടർ എന്നല്ല. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞ ഫുട്ബോൾ, ഒരു സോക്കർ, ഇപ്പൊ അതിനകത്ത് ഇപ്പൊ മെസ്സി, റൊണാൾഡോ അല്ലെങ്കിൽ ടോപ്പ് പ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഇപ്പം ഹീസ് എ ഗ്രേറ്റ് പ്ലെയർ. അപ്പൊ അവർക്ക് ഒരു 5 മിനിറ്റ് അവർക്ക് ഒരു ബോൾ കണക്ട് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അവരുടെ ഒരു മിസ്റ്റേക്ക് വന്നാലും അവർക്ക് ഇനിയും ഉണ്ട് ഒരു 85 മിനിറ്റ്സ് ഓൺ ദ ഫീൽഡ് ടു റെക്ടിഫൈ ദാറ്റ് ആസ് എ ടീം. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അർജന്റീന ഒരു സ്ട്രോങ് ടീമാണ്. അപ്പൊ അർജന്റീന ഒരു വീക്കർ ഏഷ്യൻ കൺട്രി ആയിട്ട് ഒരു ഫുട്ബോൾ മാച്ച് കളിക്കാന്നിരിക്കുക, സോക്കർ മാച്ച് കളിക്കാന്നിരിക്കുക. അപ്പൊ അതിനകത്ത് ഉറപ്പായിട്ടും നമുക്കറിയാം ഈ വീക്കായിട്ടുള്ള ഏഷ്യൻ ടീം ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല എന്ന്. പക്ഷെ ക്രിക്കറ്റില് തിരിച്ചാലോചിക്കുക, ക്രിക്കറ്റില് ഓൺ ദാറ്റ് ഡേ ഒരു കുറച്ചൊന്ന് പെർഫോം ചെയ്താൽ ഒരു പർട്ടിക്കുലർ ബോൾ ഭയങ്കര സൂപ്പർ ആണെങ്കിൽ ബാറ്റ്സ്മാൻ വിൽ ബി ഔട്ട് ഫോർ എ ഡക്ക്. അപ്പൊ അങ്ങനെ ഒരു 10 ഡെലിവറി മതി ആ കളി മാറ്റാൻ. പക്ഷേ നമുക്ക് റീസെന്റ് കളി തന്നെ അതിന് പ്രൂവ് ആണല്ലോ. നമ്മള് ICCയുടെ ഏറ്റവും അവസാനം വരെ കണ്ടുകൊണ്ടിരുന്നിട്ട് എന്ത് നമുക്കൊരു ഹോപ്പും ഇല്ലായിരുന്നു. ഏറ്റവും അവസാനം അത് തിരിച്ചു വന്നത് തന്നെയാണ് അതിന്റെ ഒരു ഫണ്ട്. കാരണം അത് നമ്മളെ ഇത് ജയിക്കും ലൈക്ക് അവസാനം വരെ കണ്ടാൽ എങ്ങനെയും ഒരു ഹോപ്പ് ഉണ്ടെന്നുള്ളത്. കറക്റ്റ്. അപ്പൊ അതിനകത്ത് ഒരു വെച്ചാല് എസ്പെഷ്യലി ഫോർ ദ ബാറ്റ്സ്മാൻ. അപ്പൊ ഇപ്പം ബാറ്ററിനാവുള്ളൂ. ഇപ്പം ഒരു ബാറ്ററിനാണെങ്കിൽ ഒരു ബോൾ മതി അയാളുടെ അന്നത്തെ കളിയുടെ ഇന്നിങ്സ് തീരുമാനിക്കാൻ. അത് ഔട്ട് ആയാൽ ഹീസ് ഔട്ട്. ഇപ്പൊ കോഹ്ലിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, ഒരു ബോളിൽ തീർന്ന ഡക്കാണ്. അപ്പം ഒരു ദിവസം ആ ഒരു പർട്ടിക്കുലർ ഡേയില് കോഹ്ലിനെക്കാളും കൂടുതൽ റൺസ് ഒരു ബോളറിന് വേണമെങ്കിലും എടുക്കാം. പക്ഷെ അത് വേറെ ഒരു കളിയിലും അത് പോസിബിൾ അല്ല. പോസിബിൾ അല്ല എന്നല്ല, ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ എന്താ പറയാ, നമുക്ക് ഒരിക്കലും വന്നിട്ട് മെസ്സിനെക്കാൾ നന്നായിട്ട് വളരെ മോശപ്പെട്ട ഒരു ഫുട്ബോളർ അന്ന ദിവസം പെർഫോം ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ വേറെ ഉണ്ട് കേട്ടോ. എനിക്ക് ക്രിക്കറ്റിൽ നമ്മളെ എന്താ ജെന്റിൽമാൻസിന്റെ കളിയാണ് ക്രിക്കറ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ക്രിക്കറ്റിൽ ഒരു കുറച്ച് നമ്മുടെ ഫുട്ബോളിന്റെ അപ്പുറത്ത് ഒരു ഡ്രാമ ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ ഇച്ചിരി ഫണ്ണായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്തോട് ഒരു പ്ലെയർ വരുമ്പോ തന്നെ തല ഇറങ്ങി വീഴുക, മറ്റേ യെല്ലോ കാർഡ്, ഇങ്ങനത്തെ പരിപാടിയൊക്കെ. അത് ലൈക്ക് നമ്മൾ ക്രിക്കറ്റ് കുറച്ചും കൂടെ അങ്ങനത്തെ ഒരു കളിയല്ല. ക്രിക്കറ്റിന്റെ മറ്റേ ഫുട്ബോൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എത്ര നല്ല പ്ലെയേഴ്സ് ആണേ വരെ ഈ ട്രിക്ക് ഇവര് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് എതിർ പ്ലെയേഴ്സിനെതിരെ. അത് നമുക്ക് സ്ലോ മോഷനും കണ്ടാൽ നമുക്കറിയാം അയാളുടെ കൈ ഒന്ന് തൊട്ടിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഡ്രാമ അധികം ഇല്ലാത്തൊരു ഗെയിമാണ് ഇതിനകത്ത്. ഇനിയിപ്പോ പ്രശ്നം ഇതിനകത്ത് ഇനി കൂടുതൽ ഡ്രാമയ്ക്ക് സ്കോപ്പ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇത് പണ്ടൊക്കെ ആണെങ്കിൽ എന്റെ ഡാഡി പണ്ട് കൊച്ചിലേക്ക് നമ്മൾ കളി കാണുമ്പോഴത്തേക്ക് അപ്പൊ പുള്ളി അവരൊക്കെ ഭയങ്കര ഫാൻസ് ആയിരുന്നു. പക്ഷെ ഇവരൊക്കെ പിന്നീട് ഈ കോഴ നമ്മുടെ ഇതുണ്ടല്ലോ, പണ്ട് കോഴ വിവാദവും ഇതൊക്കെ വന്നില്ലേ. അപ്പൊ അന്ന് കുറെ എനിക്ക് നമ്മുടെ തൊട്ടുമ്പത്തെ ജനറേഷൻ കുറെ പേര് ആ സമയത്ത് ക്രിക്കറ്റ് വിട്ടതാണ്, പിന്നെ അവരൊന്നും ഫോളോ ചെയ്യാറില്ലായിരുന്നു. അപ്പൊ അവരൊക്കെ നമ്മളെ വെറുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയും, എന്ത് ബോറ് കളിയാണ്, ഒരാൾ നടക്കുന്നു അയാൾ ബോൾ എടുക്കുന്നു, പിന്നെ പണ്ടൊക്കെ തുപ്പിലോട്ടും തുടങ്ങിയല്ലോ, അപ്പൊ നമ്മൾ തുടയ്ക്കുന്നു എന്നിട്ട് ഇടയ്ക്കൊരു ബോൾ എറിയും. അതായത് അവര് പറയുന്നത് 1 മിനിറ്റിൽ 5 സെക്കൻഡാണ് ആക്ഷൻ, 5 സെക്കൻഡ് 10 സെക്കൻഡ് അത്രേ ഉള്ളൂ. ബാക്കി 1 മിനിറ്റ് നമ്മളിങ്ങനെ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ ഇനി ഞാൻ പറയും ഇനി അതിൽ കൂടുതൽ ഡ്രാമയ്ക്ക് സ്കോപ്പില്ല. അല്ല ഈ ഇപ്പം നമ്മുടെ ക്രിക്കറ്റിനെ കുറേം കൂടെ അത് എനിക്കറിയത്തില്ല എന്തുമാത്രം പറയാൻ പറ്റുമെന്ന്. പക്ഷെ ക്രിക്കറ്റ് കുറേം കൂടെ രാഷ്ട്രീയവൽക്കരിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പം ഫോർ എക്സാമ്പിൾ ജേഴ്സിയുടെ കളർ തന്നെ നമ്മൾ പണ്ടൊക്കെ ഈ പത്രം വായിക്കുമ്പം നീലപ്പടയുടെ വിജയം അങ്ങനെ വായിച്ച നമ്മള് ഇപ്പൊ പയ്യെ അതിന്റെ കളർ മാറ്റി ഒരു നമ്മുടെ സ്ട്രൈപ്പ് സാഫ്രൺ ആക്കി, അത് പിന്നെ കൂടുതൽ സാഫ്രണിലേക്ക് തന്നെ വന്ന്. അതിനിപ്പോ 2 ആർഗ്യുമെന്റ് ഉണ്ട്. ഇപ്പൊ ഒരു വാദം എന്ന് വെച്ചാല് മേ ബി ലൈക്ക് അതിപ്പം പൊളിറ്റിക്കലി സം പീപ്പിൾ വാണ്ട് ടു സേ ദാറ്റ് സാഫ്രൺ ഇസ് ഓൾസോ എ നോർമൽ കളർ. പിന്നെ വേറൊരു വാദം എന്ന് വെച്ചാല്
ഇപ്പൊ സാഫ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഫ്ലാഗിന്റെ ഒരു കളറാണ്. ഉം. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമുക്ക് ഒരു കളറേ ആകുന്നുള്ളൂ, അപ്പോഴാണ് അതിനകത്ത് ട്വിസ്റ്റ്. ഒരു കളർ മാത്രമേ ആകുന്നുള്ളൂ അത്. അപ്പൊ നമുക്ക് ചിലപ്പോ ഇനി ചിലപ്പോ അടുത്ത ജേഴ്സി വരുമ്പോൾ പച്ചയാവും. അതെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ സാഫ്രനൈസേഷൻ എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഇതുണ്ടല്ലോ, അല്ല വേറെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട് രാജ്യങ്ങളുണ്ട്, ഉണ്ടല്ലോ. അല്ലെ വേറെ രാജ്യങ്ങളുണ്ട് അല്ലെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പാകിസ്ഥാനൊക്കെ പച്ച ഉള്ളതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്തായാലും പച്ച കളർ വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് സൈഡിൽ കിടന്ന സാഫിന് അടുത്തായിരിക്കും. അപ്പൊ അതിനകത്ത് എന്തായാലും ക്രിക്കറ്റ് എന്നല്ല, ഇപ്പം ഏത് സമയത്തായാലും റൂളിംഗ് പാർട്ടീസിന് അവരുടേതായ കുറച്ച് ഇൻവോൾവ്മെന്റ് എല്ലാ കാര്യത്തിലും ഉണ്ടാവില്ല. അപ്പം ഇതിനകത്തും പക്ഷെ അത് എന്താ പറയുന്നത്, പ്ലേയേഴ്സിനെ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ അല്ല അങ്ങനെ വരും എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം വേറെ നോക്കി കഴിഞ്ഞാൽ ഇപ്പം വേൾഡ് കപ്പ് അടിച്ച ടീമാണ് ഇന്ത്യ. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സൗത്തിൽ നിന്ന് അധികം ആൾക്കാർ വരാത്തത്, എസ്പെഷ്യലി റൂളിംഗ് പാർട്ടിക്ക് അധികം വോട്ട് ഇല്ലാത്ത സ്ഥലത്തു നിന്ന് ആൾക്കാർ വരാത്തത്. അല്ല അത് റൂളിംഗ് പാർട്ടി എന്നല്ല, എനിക്ക് തോന്നുന്നത് BCCIയിൽ ഹോൾഡ് ഉള്ള സ്റ്റേറ്റ് ബോർഡ്സ് കൂടുതൽ അവിടെ നിന്നായിരിക്കും കൂടുതൽ പ്ലേയേഴ്സ് വരുന്നത്. ഇപ്പൊ അതിനുള്ള എക്സെപ്ഷൻസ് പലപ്പോഴും ഉണ്ട്. ഇപ്പം എനിക്കൊന്ന് ജാർഖണ്ഡിൽ നിന്ന് ധോനി വന്നപ്പോൾ അന്നത്തെ സമയത്ത് അതൊരു വലിയ എക്സെപ്ഷൻ ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ കേരള എനിക്ക് തോന്നുന്നു, കേരളത്തിൽ നമുക്ക് അങ്ങനെ എന്താ പറയാ, ഇപ്പൊ നമ്മളിങ്ങനെ നോക്കിയാൽ മതി, ഇന്ത്യയിലെ ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്ത് പൊളിറ്റീഷ്യൻസ് ഇരിക്കുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ് ബോർഡ്സ് ഒക്കെ ഡെഫിനറ്റ്ലി പവർഫുൾ ആയിരിക്കും. കേരളത്തിൽ പണ്ട് തൊട്ടേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. മേ ബി താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ അതോ ഇനി അവർക്ക് ഇതിനകത്ത് പവർ ഇൻഫ്ലുവൻസിന് സ്പോർട്സിന് കൊടുത്തിട്ടില്ലെന്നോ പ്രാധാന്യം, അതോ ക്രിക്കറ്റിന് താല്പര്യം? ഞാൻ ക്രിക്കറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലീഡേഴ്സ് ഒക്കെയാണ് പല ക്രിക്കറ്റ് ബോർഡിന്റെയും ചെയർമാനൊക്കെ ആയിട്ടിരുന്നത്. അപ്പം എനിക്കൊന്ന് ബീഹാറിലൊക്കെ ലാലു പ്രസാദ് യാദവ് തന്നെയായിരുന്നു ബീഹാർ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രസിഡന്റ്. അപ്പൊ അതുപോലെ ഒരുപാട് സ്റ്റേറ്റ് ബോർഡ്സിൽ ശരത് പവാറാണ് IPL ടീമിനൊക്കെ അവിടെ വരാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ ക്യാമ്പ് ചെയ്തത്. ലൈക്ക് എല്ലാ കാലങ്ങളിലും ഇവരെ കുറിച്ച് ഒരു എന്താ പറയുന്നത് കിംവദന്തികൾ വന്നിട്ടുണ്ട് അല്ലെ, ഇവരെ അത് മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പൊളിറ്റീഷ്യൻസ് എന്ന് ഞാൻ നെഗറ്റീവായിട്ട് പറയല്ല, പക്ഷെ ഒരു ഇതുണ്ടല്ലോ, അതായത് വേറെ there is a chance for power and money, influential people will be behind that. അപ്പം പൊളിറ്റീഷ്യൻസ് ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻഷ്യൽ ആണ്. ഇപ്പൊ നമുക്കും ആഗ്രഹമുണ്ട് അതിനകത്തൊക്കെ പോകാൻ, പക്ഷെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അവർക്ക് അതിനുള്ള ആക്സസ് ഉണ്ട്. പക്ഷെ ജീത്തിന് അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയായിരുന്നെങ്കിൽ ജീത്ത് അതിനെ ഫെയർ ആയിട്ട് കൈകാര്യം ചെയ്യുമായിരുന്നോ, അതോ ഈ പോകുന്ന ഫ്ലോയുടെ കൂടെ അങ്ങ് പോകുമായിരുന്നോ? അല്ല ഇതിപ്പോ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത്, എളുപ്പത്തിൽ എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യം ഒരിക്കലും ഞാൻ ഭയങ്കര ഫെയർ ആയിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ പണ്ടും ഇതുപോലെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പൊളിറ്റീഷ്യൻസ് എന്താ ഇങ്ങനെ അങ്ങനെയെന്നൊക്കെ. ഇപ്പം നമുക്ക് പണ്ടൊക്കെ എസ് വരുമല്ലോ, പ്രൈം മിനിസ്റ്റർ ആയാൽ എന്ത് ചെയ്യും, അപ്പൊ ഇങ്ങനെ എഴുതും. പക്ഷെ എന്റെ അടുത്ത് പലരും പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാല് ഈ പൊളിറ്റിക്സിൽ നമ്മൾ അവിടെ പോയാലേ, കാര്യം വരുന്ന എല്ലാവരും ഇതുപോലെ സത്യം ചെയ്യണം, ഫെയർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ അവിടെ വന്നിട്ട് അവരും അങ്ങനെ ആയിപ്പോകുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് ആ പൊസിഷനിൽ ഇരുന്ന് പറയാതെ ഈ വാക്കിലൊന്നും ഒരു വിലയില്ല. ഈ പണ്ട് എന്നാ പറയുന്നത് സച്ചിന്റെ ഒക്കെ കാലത്ത് നമ്മൾ കണ്ട ക്രിക്കറ്റും ഇപ്പം കണ്ട ക്രിക്കറ്റും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? അല്ല അതിപ്പം ഒരു കാലഘട്ടത്തിൻ്റെതായ മാറ്റം. അല്ലാതെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇറ്റ് വിൽ ഓൾവേസ് ബിക്കം മോർ സ്പോർട്ട്, മോർ ബ്യൂട്ടിഫുൾ. അതൊരു എന്താ പറയാ, എവറി സ്പോർട്സ് വിൽ ഇവോൾവ്. അപ്പം ബാക്കിയുള്ള സ്പോർട്സ് വെച്ച് നോക്കുമ്പം ക്രിക്കറ്റിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ഇനിയും ഒരുപാട് സ്കോപ്പ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ബാക്കിയുള്ള ഞാൻ പറഞ്ഞ പോലെ ബാക്കിയുള്ള സ്പോർട്സിനാണെങ്കിൽ ഇങ്ങനെ ഇന്ററും ബ്രേക്സ് ഇല്ലല്ലോ. നമ്മുടെ ഇപ്പൊ ഫുട്ബോൾ ആണെങ്കിൽ ഒരു 90 മിനിറ്റ് ഗെയിമാണ് വിത്ത് ഒരു ഹാഫ് ടൈം, ഒരു 45 മിനിറ്റ്സ്. അപ്പൊ അതുപോലെയാണ് ഒരുപാട് ഗെയിംസ്. ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഒരു പോസാണ്. കറക്റ്റ്, നമ്മൾ ബോൾ എടുത്ത് വരുന്നു. അപ്പം ഇതിനിടയ്ക്ക് തന്നെ അതുകൊണ്ട് ബാക്കിയുള്ള കളികൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ടെക്നോളജി ഒരു സ്കോപ്പാണ്, എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇപ്പൊ തന്നെ ഉണ്ടല്ലേ ക്യാമറയുടെ എണ്ണം കൂടുതലാണ്, ഡിസിഷൻ മേക്കിംഗ്, എംപയർ റിവ്യൂ. തേർഡ് എംപയർ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ തേർഡ് എംപയർ ഉണ്ട്, പക്ഷേ DRS അങ്ങനെ ഒരുപാട് ഡ്രാമ ഉണ്ടല്ലോ. അപ്പം ഈ നമ്മുടെ ഇപ്പം സോക്കറിലൊക്കെ ആണെങ്കിൽ VAR എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഉണ്ട്, അവിടെയും വീഡിയോ അസിസ്റ്റഡ് റിവ്യൂ ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. കാര്യം ഈ 45 മിനിറ്റ് ഗെയിം നമുക്ക് 10-20 പ്രാവശ്യം നിർത്തി വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ ക്രിക്കറ്റിന് അങ്ങനെയല്ല, ഓരോ ബോൾ കഴിയുമ്പോഴും പോസ് ഉണ്ട്. അപ്പം ഇപ്പം എത്രത്തോളം റിവ്യൂ ഉണ്ടോ എനിക്ക് തോന്നുന്നു ഇനിയും ചിലപ്പം നമ്മൾ ഇനി കുറെ കഴിയുമ്പോൾ 3D ലെവൽ റിവ്യൂ ഒക്കെ വേറെ രീതിയിലൊക്കെ വരാം. അപ്പം ഡ്രോൺ ക്യാമറയ്ക്ക് ഇപ്പോൾ ഒരുപാട് ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ വെച്ച് നമ്മൾ കാണാത്ത വിധത്തിലുള്ള റിവ്യൂ ഒക്കെ. അല്ല അതെന്നെ ഞെട്ടിച്ചതാണ് ഇപ്പത്തെ വിജയത്തിന് ശേഷം ഇന്ത്യക്കാര് അല്ല എന്തുമാത്രം ആൾക്കാരാണ് ലിറ്ററലി കൂടിയത്. അപ്പൊ അത് ലൈക്ക് അത് നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് നോക്കി കാണാവുന്ന ഒരു കാര്യമാണ്. ഇനി ഇവിടുത്തെ കാര്യം എടുത്താലേ, ഞാൻ ഇവിടെ 9 ഇയേഴ്സ് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ജോലിയിൽ പോകുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ ക്രിക്കറ്റ് കാണുമെന്ന് പറയുമ്പോൾ സോ ദ ഓൺലി ക്രിക്കറ്റ് ദേ നോ ലൈക്ക് ആ ഒരു ബഗ് ക്രിക്കറ്റില്ലേ, ഒരു ഇൻസെക്ട് ഇല്ലേ ക്രിക്കറ്റ്, അത് മാത്രമേ അവർക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ.
പക്ഷേ ലൈക്ക് ഐ ഡോണ്ട് നോ ഇഫ് യു ബിലീവ് ഇറ്റ്, ഈ ഇടയ്ക്ക് എന്റെ ഒരു കൊളീഗ് എന്റെ അടുത്ത് വന്ന് പറയാണ്, സോ ഡിസ്നി ക്യാൻ യു ബിലീവ് ഇറ്റ് USA ബീറ്റ് പാകിസ്ഥാൻ എന്ന്. കാരണം അവരത് അപ്പൊ ഞാൻ ചോദിച്ചു ലൈക്ക് അത് ആരൊക്കെയാണ് അതിനകത്തുള്ള ആൾക്കാരെന്നും കൂടെ ഒന്ന് നോക്കൂന്ന്. കാരണം വെച്ചാല് അപ്പൊ എനിക്ക് മനസ്സിലായി, സോ പുള്ളിക്കാരി പുറകോട്ട് പോയി നോക്കി. അപ്പൊ പുള്ളിക്കാരിക്ക് മനസ്സിലായി പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വർഷങ്ങളായി കളിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ആ രാജ്യത്തിനെ ഇന്നലെ കളി പഠിച്ച് USA തോപ്പിച്ചു എന്ന് പറയുമ്പോൾ അപ്പൊ പുള്ളിക്കാരി എന്നെ പുറകോട്ട് പോയി നോക്കിയപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി, ഓ അപ്പൊ ഇത്ര ഹിസ്റ്ററി ഉള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനെ USA തോപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അതിനകത്തുള്ള പ്ലേയേഴ്സിനെയും കൂടെ ഒന്ന് നോക്കുന്നു. അപ്പൊ അവള് പറഞ്ഞു അത് നേരാണല്ലോ. അപ്പം ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് സംസാരിക്കുമ്പോൾ ക്രിക്കറ്റിനെ കുറിച്ച് അറിയാവുന്ന എന്തൊക്കെ സ്പോർട്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ക്രിക്കറ്റിനെ കുറിച്ച് അറിയാവുന്ന പോപ്പുലേഷൻ കുറവായിരുന്നു. അപ്പൊ അത് എന്താ പറയുന്നത്, ഇപ്പൊ കുറച്ചു പേർക്കൊക്കെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കളിയാണ്, ഒരു സ്പോർട്സ് ആണെന്നേലും അറിയാൻ പറ്റുന്ന രീതി. പക്ഷെ ക്രിക്കറ്റ് എനിക്ക് തോന്നുന്നു ഈസിയാണ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഈസിയാണ് എങ്ങനെയാണ് അതിന്റെ കളി. ഇപ്പൊ US പോപ്പുലേഷൻ അടുത്തൊക്കെ നമ്മൾ പറയുമ്പോൾ അവരെപ്പോഴും റെഫറൻസ് ചെയ്യുന്നത് ബേസ്ബോൾ ആയിരിക്കും. പിന്നെ ഞാൻ പലപ്പോഴും വിചാരിച്ചത് അവർക്ക് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷെ നമ്മള് ഇതിനകത്തൊരു മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ അവരുടെ ബോൾ പിച്ച് ചെയ്യുന്നില്ല. അപ്പം അവിടെ തന്നെ അവർക്ക് എനിക്ക് തോന്നുന്നു അപ്പം അല്ല അതാണ് ഒരു മെയിൻ വ്യത്യാസം കളിയുടെ കാര്യത്തില്. പിന്നെ ഉള്ളത് മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഞാനിതുപോലെ ഒരു ലോക്കൽ അമേരിക്കൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞത്, പുള്ളി ഓസ്ട്രേലിയയിൽ പോയി ഒരു ബിസിനസ് ടൂറിന് പോയപ്പോൾ അവിടെ ഒരു ഫ്രണ്ടുമായിട്ട് ഈ കളി കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഓസ്ട്രേലിയൻ ഫ്രണ്ട് ക്രിക്കറ്റ് ഫാൻ ആയതുകൊണ്ട് പുള്ളി 5 ദിവസം കാണിക്കാൻ കൊണ്ടുപോയിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു ആ കളി 5 ദിവസമായിട്ടും തീർന്നില്ല ലാസ്റ്റ്. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളി ഉദ്ദേശിച്ചത് ഒരു ടെസ്റ്റ് മാച്ചിനാണ് പോയത്. അല്ല പക്ഷെ പുള്ളി പറഞ്ഞത് പുള്ളി ആ ആംബിയൻസ് എൻജോയ് ചെയ്തു. അതായത് അവിടെ പോയി ബിയർ അടിച്ചിരിക്കുക, ഭയങ്കര ഒരു വെതർ അതൊക്കെ ഉണ്ടല്ലോ. കോളേജ് പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ക്രിക്കറ്റിലേക്ക് പണ്ട് കാണുമായിരുന്നു. വീട്ടിൽ നിന്ന് അല്ല ആദ്യം പത്രം വായിക്കുമായിരുന്നു. ക്രിക്കറ്റ് ആരാണ് ജയിച്ചത്, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒക്കെ ഭയങ്കര ഗാംഗുലി ഇതൊക്കെ ഈ സമയത്തൊക്കെ പത്രമൊക്കെ വായിച്ചു നോക്കി. പിന്നെ ഈ TV വന്നു കഴിഞ്ഞപ്പം എന്റെ വീട്ടിൽ ഭയങ്കര സൂപ്പർസ്റ്റിഷൻ ആയിരുന്നു. എന്റെ ചേട്ടന്മാര്, ഞങ്ങൾ ഒരു സൂപ്പർസ്റ്റിഷനിലും വിശ്വസിക്കാത്ത ഞങ്ങളുടെ വീട്ടുകാര്, ഞാൻ ക്രിക്കറ്റില് ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ട്, ഞാൻ ആ കളി കാണുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇന്ത്യ തോക്കും. അപ്പൊ എനിക്ക് അവര് കാശ് തന്നിട്ടായാലും എന്നെ ഒതുക്കുമായിരുന്നു, നീ എങ്ങോട്ടേലും ഒന്ന് പോകാവോന്ന് പറയാൻ. അങ്ങനെയായിരുന്നു ലൈക്ക് ഞങ്ങൾ ആ ഒരു സമയത്ത്. അല്ല ഈ സൂപ്പർസ്റ്റിഷന്റെ കാര്യം പറഞ്ഞതൊക്കെയാണ്. ഇതിപ്പോ നമ്മുടെ സേവാഗില്ലേ, വീരേന്ദർ സേവാഗ്. അപ്പൊ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് വേൾഡ് കപ്പ് ഫൈനൽ 2011 അതിനകത്ത് സേവാഗ് ഔട്ടായ ഉടനെ ഡ്രസ്സിംഗ് റൂമിൽ വന്നപ്പോ സച്ചിനും ഔട്ടായി അവിടെ എത്തി. അപ്പം ഇവർ രണ്ടുപേരും ഔട്ടായിരിക്കുകയാണ്. അപ്പൊ ഇനി ബാക്കി കോഹ്ലിയും ഗംഭീറൊക്കെ ബാറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് സച്ചിൻ ആണെങ്കിൽ ഇങ്ങനെ ദൈവങ്ങളുടെ പടമൊക്കെ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ സേവാഗ് എണീറ്റ് വന്നിരുന്നത് സച്ചിൻ പറഞ്ഞില്ലേ ഇപ്പം. അപ്പൊ ആ സമയത്ത് 2 4 അങ്ങോട്ട് പോയി. അപ്പൊ സച്ചിൻ പറഞ്ഞു ഇനി എണീക്കണ്ട, നമുക്ക് ഫുൾ ടൈം. അങ്ങനെ മാച്ച് മൊത്തം ഞാൻ പറഞ്ഞത് നമ്മള് ക്രിക്കറ്റ് ദൈവം എന്ന് പറയുന്നത് സച്ചിൻ പോലും അപ്പൊ ഇങ്ങനത്തെ സൂപ്പർസ്റ്റിഷൻസ് വിശ്വസിക്കാറുണ്ട്. മനുഷ്യ സഹജമായ എല്ലാ കാര്യത്തിലും ഉള്ള പോലെ. പക്ഷെ അതിനകത്തെ ഫൺ പാർട്ട് സത്യത്തിൽ അങ്ങനെ ഞാൻ കാണാതിരിക്കുമ്പോ ജയിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു നോക്ക് എന്റെ ഒരു പവർ, അവർ കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ ആ കളി കണ്ടാൽ തീർന്നു. ഹിറ്റ്മാന്റെ വലിയ ഫാനാണല്ലോ, എന്താണ് ഹിറ്റ്മാന്റെ ഫാനാകാനുള്ള കാരണം? അല്ല 2007 വേൾഡ് കപ്പ് സമയത്ത് ആ ഫൈനലിൽ കളിച്ച ആ നോക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ പുള്ളി അന്ന് സ്ഥിരമായിട്ട് ഇന്ത്യൻ ടീമിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്കൊരു സിമ്പതി ഫാക്ടർ വർക്ക്ഔട്ട് ആവുമല്ലോ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് 2011 വേൾഡ് കപ്പിലും പുള്ളിക്ക് പകരം എനിക്ക് തോന്നുന്നു അവര് യൂസഫ് പത്താൻ സൂപ്പർ പ്ലെയർ ആയിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഒന്ന് രോഹിത് ശർമ്മ സെലക്ടഡ് ആയില്ല, യൂസഫ് പത്താനാണ് തോന്നുന്നു കളിച്ചത്. പിന്നെ അതിനുശേഷവും പുള്ളി പെർമനന്റ് പ്ലേയിങ് 11 മെമ്പർ ആയിരുന്നില്ല, കുറെ നാള് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോയി. പിന്നെ ടെസ്റ്റില് പുള്ളി ഒരിക്കലും പെർമനന്റ് മെമ്പർ ആയിരുന്നില്ല കുറെ നാള്. പിന്നെ ഒരിടയ്ക്ക് എനിക്കൊന്ന് 2020 മുമ്പാണ്, ആ സമയത്ത് എപ്പോഴോ 2015 ശേഷവും 2020 ഇടയ്ക്ക്, അതായത് ആ സമയത്ത് എപ്പോഴും പുള്ളി ഓപ്പണറാക്കി ഇറക്കിയതിനു ശേഷമാണ് ടെസ്റ്റില് ഒന്ന് ഫിക്സ്ഡ് ആയത്. അപ്പോഴാണ് പുള്ളി 3 ഫോർമാറ്റ് പ്ലെയർ ആയത്. അപ്പൊ അതുവരെ പുള്ളി ഇന്ത്യൻ ടീമിലെ പെർമനന്റ് മെമ്പർ ആയിരുന്നില്ല. അപ്പൊ അവിടെ നിന്ന് പുള്ളിയുടെ ജേർണി ഉണ്ടല്ലോ, അതായത് ടുവേർഡ്സ് ബീങ് എ ക്യാപ്റ്റൻ, നൗ ടു വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ. അപ്പം അതെല്ലാം കൊണ്ട് എപ്പോഴെങ്കിലും ജീത്തിന് തോന്നിയിട്ടുണ്ടോ നമ്മളിപ്പം എന്ത് ടൈപ്പ് പ്ലെയറും ആയിക്കോട്ടെ അവരുടെ പേഴ്സണാലിറ്റി അവർക്ക് കൂടുതൽ ഫാൻസിനെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ജീത്ത് തന്നെ പറഞ്ഞില്ലേ, ഒരു സിമ്പതി ഫാക്ടറും കൂടെ അഫക്ട് ചെയ്തു. ലൈക്ക് ഹീസ് എ ഗുഡ് പ്ലെയർ, പക്ഷെ നമ്മൾ മനസ്സിലായി അയാളുടെ ഹാർഡ് വർക്കിംഗ്, അയാള് അത്ര ഈസി അല്ലാതെ അത് കിട്ടി, ലൈക്ക് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് അത് കിട്ടിയത്. ഇപ്പൊ ഈസി ആയിട്ട് കിട്ടുന്ന ആളെക്കാളും കുറച്ച് കഷ്ടപ്പെട്ട് കിട്ടുന്ന ആൾക്കാരോട് നമുക്ക് കൂടുതൽ സ്വാഭാവികമായിട്ടും ഒരു ഫാൻസിനെ
ആ ഒരു കാര്യം കൊണ്ട് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ടോ? അല്ല, അത് സിമ്പിൾ ഫാക്ടർ വർക്ക്ഔട്ട് ആവുന്നേ ഉള്ളൂ. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹീസ് എ ഗുഡ് പ്ലെയർ. അല്ല 100 മാച്ചസ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നവർക്ക് തന്നെയാണ് ഫാൻസ് കൂടുതൽ. ഞാൻ അങ്ങനെ അയാൾ മോശം പ്ലെയർ ആണെന്നല്ല പറഞ്ഞത്. പക്ഷെ അതും ഇപ്പൊ നമ്മള് മെസ്സിനെ ഒരുപാട് പേര് ഫാനാക്കാനുള്ള ഭയങ്കര കാരണം അവന്റെ പേഴ്സണാലിറ്റീനെ കുറെ പേര് ഫാനാണ്. അങ്ങനെ അവൻ നല്ല പ്ലെയർ അല്ലെന്നല്ല പറയുന്നത്, അതിന്റെ കൂടെ തന്നെ അവന്റെ പേഴ്സണാലിറ്റിയും കൂടെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പറയാം. എനിക്ക് പുള്ളിക്കാരനെ, ഞാൻ പുള്ളിക്കാരന്റെ ഫാൻ അല്ലെന്നേ ഉള്ളൂ, പക്ഷെ പുള്ളിക്കാരന്റെ ഇപ്പൊ നമ്മള് ഒരു 100 ഇപ്പം ഒരു പോപ്പുലേഷൻ എടുത്താൽ ഔട്ട് ഓഫ് 100 പീപ്പിൾ അതിനകത്തൊരു 60% ട്രൂലി സ്പോർട്ട് ലവിങ് ഫാൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവര് ഫാൻ ആവുന്നത് ആ കളിയുടെ മാത്രം വെച്ചിട്ടായിരിക്കും. ബാക്കി 40% എന്ന് പറയുന്നത് നമ്മൾ ഈ കളി ബാക്കിയുള്ള ആസ്പെക്ട്സ് വെച്ചിട്ട് ഓഫ് സ്ക്രീൻ അല്ലെങ്കിൽ ഓഫ് ദ പിച്ച് വീഡിയോസ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. ആ കൊള്ളാലോ പുള്ളി. പണ്ടാണെങ്കിൽ സച്ചിന്റെ എനിക്ക് തോന്നുന്നു, ഇപ്പൊ സച്ചിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലസ്ഡ് എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ്. അതായത് കളി കൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ പറയുന്നത് ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്നു. അതിലുപരി പുള്ളിയുടെ ഓഫ് ദ പിച്ച് ഇമേജ് നോക്കിയാലും അന്ന് ഒരു ഇന്ത്യൻ എന്താ പറയാ, നമ്മുടെ ഹൗസ് ഹോൾഡില് നമ്മുടെ പാരന്റ്സ് ഒക്കെ വരയ്ക്കത്തില്ലേ, ആ പണ്ടത്തെ ഒരു ക്യൂട്ട് ഫേസും വെച്ചിട്ട് പറഞ്ഞില്ലേ, അതെ ആ കുട്ടിയെ പോലെ. പക്ഷെ എന്നിട്ടും പാരന്റ്സ് പറഞ്ഞ പോയിരുന്നു പഠിക്കാനാണ്, സച്ചിൻ പഠിച്ചില്ലെന്നുള്ള വേറെ കാര്യം. പക്ഷെ അപ്പൊ കാര്യം എന്ന് വെച്ചാൽ ആ പുഞ്ചിരി, അപ്പൊ നമ്മളങ്ങ് അസ്യൂം ചെയ്യാണ് ഓക്കെ പുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ സോഫ്റ്റ് ആയിട്ടൊരു മനുഷ്യൻ, അങ്ങനെ നല്ലൊരു മനുഷ്യനാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പെർസീവ്ഡ് ഇമേജ് ആണ്. അതെ, എന്റെ കാര്യത്തിൽ പേഴ്സണലി അത് കറക്റ്റ് ആണ്. ഇപ്പം ഞാൻ അതിപ്പോ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഫീൽഡ് ആയിക്കോട്ടെ, ഞാൻ എത്ര ഫോളോ ചെയ്യുന്ന ഒരു ഫീൽഡ് ആണേലും ഞാൻ അവരുടെ ആ കളിയുടെ കൂടെ തന്നെ പേഴ്സണാലിറ്റി നോക്കാറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം മൂവിയുടെ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരു പർട്ടിക്കുലർ ആക്ടറിന്റെ മൂവി ഞാൻ അയാളുടെ ഒരു പേഴ്സണാലിറ്റി കൊണ്ട് വേണേ കാണാതിരിക്കാം. അത് അയാൾ നല്ല ആക്ടർ ആയിരിക്കാം, മനസ്സിലായി. അപ്പൊ നമുക്ക് ഒരു വാദം നമുക്ക് പറയാലോ, അയാൾ നന്നായി അഭിനയിക്കുന്നില്ലേ, അത് മാത്രം നോക്കിയാൽ പോരെ. പക്ഷെ അയാൾ ഓഫ് സ്ക്രീനിലുള്ള അയാളുടെ മോശം പ്രവൃത്തി നമ്മൾ അത് വ്യൂ ചെയ്യുന്നതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കത് പേഴ്സണലായിട്ട്, എനിക്ക് ഹിറ്റ്മാന്റെ ഞാൻ ഭയങ്കര ഇന്റർവ്യൂ കാണുന്ന ഫാനാണ്. അപ്പൊ എനിക്ക് പുള്ളിക്കാരൻ ദ വേ ഹി ആൻസർ, അല്ല ഞാൻ പറഞ്ഞത് അതിന് പുള്ളിക്ക് ഇപ്പൊ ക്യാപ്റ്റന് ശേഷമാണ് അങ്ങനത്തെ ഒരു സ്കോപ്പ് കിട്ടുന്നത്. പുള്ളിക്ക് സ്പോക്സ് പേഴ്സൺ ആയിട്ട് വരുന്നത് അപ്പോഴാണല്ലോ. അപ്പം ഇതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പുള്ളിയെ ഇഷ്ടപ്പെടുന്നത് അത്ര ഇന്റർവ്യൂസ് ഒന്നും അധികം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല സോഷ്യൽ മീഡിയയിൽ അധികം ഉണ്ടായിരുന്നു. 2020 മുമ്പൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പുള്ളിയുടെ ഒരു ജേണി ഉണ്ടല്ലോ, അതായത് പുള്ളി ഇന്ത്യൻ ടീമിൽ വരുമ്പോഴും പിന്നെ IPL ഫസ്റ്റ് ഹാട്രിക് ഇപ്പോഴും പുള്ളിയുടെ പേരിലാണ്. സോ ഹി വാസ് എ ബൗളർ, ലൈക്ക് ഓഫ് സ്പിൻ ബോളർ ആയിരുന്നല്ലേ, ഓഫ് സ്പിൻ ബോളറും മിഡിൽ ഓർഡർ അല്ലെങ്കിൽ ലോവർ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആയിരുന്നു. അവിടെ നിന്ന് പുള്ളി പിന്നെ ട്രാൻസ്ഫോം ചെയ്ത് മാറിയതാണ്, ഒരു ഹിറ്റ്മാൻ ആയി. പിന്നെ ഹിറ്റ്മാൻ എന്നുള്ളത് എനിക്ക് ഒരു ബ്രോഡ്കാസ്റ്റർ ഏതോ ഒരു സീരീസ് ബിറ്റ്വീൻ 2010 to 2015 ഏതോ ഒരു സീരീസിൽ ഇതുപോലെ ഒരുപാട് സിക്സ് അടിച്ചപ്പം ഏതോ ഒരു കമന്റേറ്റർ പറഞ്ഞതാണ്. അവിടെ നിന്ന് പിന്നെ അതങ്ങ് കോമൺ ഇതായതാണ്. പക്ഷെ ആ പേര് കിട്ടിയോണ്ടായിരിക്കും പുള്ളി പിന്നെ അതിലങ്ങ് ഫോക്കസ് ചെയ്തത്. എപ്പോഴും സിക്സ് ഹിറ്റിംഗിൽ ഇപ്പോഴും ആ ഒരു പുള്ളിക്ക് വർക്ക് ആവുന്നുണ്ട്. പുള്ളിയുടെ ബാറ്റിംഗ് സ്റ്റൈലും ഇവൻ ടീമിനെ തന്നെ പുള്ളി അങ്ങോട്ടാണ് ലീഡ് ചെയ്തത് മൊത്തത്തിൽ. അത് പിന്നെ ലീഡർ എന്ന് പറയുന്നത് രണ്ട് ഇതാണ്. ഇപ്പൊ നമ്മളിപ്പം ധോണിയുടെ എപ്പോഴും പറയത്തില്ല ക്യാപ്റ്റൻ കൂൾ കാം എന്നൊക്കെ, അത് വേറൊരു ഇത്. അപ്പൊ അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് ആയ കോഹ്ലി വന്നു. അപ്പം കോഹ്ലിയുടേതും ഒരു അഗ്രസീവ് മാനർ. അപ്പൊ അതൊക്കെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിനൊക്കെ ഒരുപാട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ക്രിക്കറ്റിന് ഡ്രാമ ആവശ്യമാണ്. കാര്യം അല്ലെങ്കിൽ ആൾക്കാർ കണ്ടിരിക്കില്ല. എനിക്കൊന്ന് കളിക്കാർക്കും ആവശ്യമായിരിക്കും. കാര്യം ഈ 5 ദിവസം കളിക്കണമെങ്കിൽ അവർക്കും ആ ഒരു മൊറൽ ബൂസ്റ്റർ ഒക്കെ വേണ്ടേ. അപ്പൊ കോഹ്ലിയുടെ ഒരു ക്യാപ്റ്റൻസി എനിക്ക് ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പറഞ്ഞു വരുമ്പോ ഇപ്പം അറ്റ് ദിസ് പോയിന്റ് ഇപ്പൊ നമ്മളെപ്പോഴും പറയത്തില്ല, ഇപ്പൊ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്രിക്കറ്റ് അവർ സ്പോർട്സ് ലവിങ് കൺട്രിയാണ്. അപ്പൊ അതിൽ ക്രിക്കറ്റിലും നമ്മൾ പറയത്തില്ലേ, എപ്പോ വേൾഡ് കപ്പ് എടുത്താലും ബൈ ഡിഫോൾട്ട് ദേ ആർ ഫേവറേറ്റ്സ്. പക്ഷെ ഇപ്പം നമ്മൾ ഇന്ത്യ എപ്പോഴും അത്ര ഫേവറേറ്റ്സ് ആയിട്ടല്ല എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓൺ പേപ്പർ ആണെങ്കിലും ബേസ്ഡ് ഓൺ ദ ടീം സ്ട്രെങ്ത്. പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫൈനലിൽ വന്നു, T20 വേൾഡ് കപ്പ് ഇപ്പൊ എടുത്തു, അതിന് തൊട്ടും പോടുന്ന ODI വേൾഡ് കപ്പിലും ഫൈനലിൽ വന്നു. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നടന്ന 3 ICC ട്രോഫി ഇവന്റ്സിലും ഫൈനലിൽ എത്തിയ ടീമാണ് ഇന്ത്യ. അപ്പൊ ആ സ്ട്രോങ് ടീമിന്റെ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. അതായത് രോഹിത് ശർമ്മ ലീഡ് ചെയ്ത് അവിടെ വരെ എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്റർനാഷണൽ ലെവലില് ക്രിക്കറ്റ് ഒരുപാട് രാജ്യങ്ങൾ കളിക്കുന്ന ഒരു ഗെയിം അല്ല. അപ്പം ഇന്റർനാഷണൽ ലെവലിൽ നോക്കുവാണ്, ഇപ്പൊ USA ഒക്കെ ക്രിക്കറ്റ് ടീം സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതൊക്കെ തോന്നുന്നുണ്ടോ ഫ്യൂച്ചറിൽ ക്രിക്കറ്റിനെ നന്നായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ അതൊരു ബൂസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ക്രിക്കറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഗെറ്റിംഗ് പോപ്പുലർ ഇൻ മെനി കൺട്രീസ്. അപ്പൊ അത് യൂറോപ്പിൽ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു. പിന്നെ യൂറോപ്പില് ഇപ്പൊ ഇംഗ്ലണ്ടിൽ പണ്ട് തൊട്ടേ ക്രിക്കറ്റ് അറിയാലോ, ഒരു
ഇപ്പൊ നമ്മൾ ഇംഗ്ലണ്ട് എന്ന് പറയുന്നെങ്കിലും അവിടെ UK തന്നെ 4 രാജ്യം ഉണ്ടല്ലോ. ഇപ്പം വെയിൽസ്, സ്കോട്ട്ലൻഡ്, അയർലൻഡ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓരോരോ ടീമുണ്ട്. അപ്പം അത് തന്നെ ഒരു ക്രിക്കറ്റ് എക്സ്പാൻഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പം അയർലൻഡ് ഇസ് നോട്ട് എ സ്ട്രോങ് ടീം കമ്പയർ ടു ഇംഗ്ലണ്ട്. വല്ലപ്പോഴും അവർ അപ്സെറ്റ് ചെയ്യാറുണ്ട് ഇംഗ്ലണ്ടിനെങ്കിലും. അപ്പം അതുപോലെ വേൾഡ് വൈഡ് ഈവൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സൗത്ത് അമേരിക്കയിൽ വരെ ക്രിക്കറ്റ് ഉണ്ട്. കാര്യം ഇപ്പൊ ICC ചെയ്തെന്ന് വെച്ചാൽ T20 ഫോർമാറ്റ് വന്നതുകൊണ്ട് ഇറ്റ് വാസ് ഈസി ടു പെനിട്രേറ്റ്. അതായത് എല്ലാ രാജ്യങ്ങളിലും അവർക്ക് എനിക്ക് തോന്നുന്നു T20 ഫോർമാറ്റിൽ അവർ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ICC. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഞാൻ കുറെ നാൾ മുമ്പ് ഫോളോ ചെയ്തിരുന്ന സമയത്ത് ഏകദേശം 60 കൺട്രീസ് യൂസ് ടു പ്ലേ T20 ക്രിക്കറ്റ്. അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് അവർ 100 ആക്കാനാണ് അടുത്ത ടാർഗറ്റ്. അപ്പൊ 100 അടുപ്പിച്ച് എത്തിക്കാണും ഇപ്പോൾ. അപ്പം അത്രയും രാജ്യങ്ങളിലുണ്ട്. പക്ഷെ ദ ക്വാളിറ്റി ഓഫ് ക്രിക്കറ്റ് അറ്റ് ഇന്റർനാഷണൽ ലെവൽ മേ നോട്ട് ബി ദാറ്റ് മച്ച്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പം അർജന്റീനയ്ക്കും ബ്രസീലിനും ഒക്കെ ക്രിക്കറ്റ് ടീം ഉണ്ട്, പക്ഷെ ക്വാളിറ്റി ഇത്രയും കാണത്തില്ല. അതിന് ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വലിപ്പം തന്നെയാണ്. അതായത് ഇന്ത്യയുടെ വ്യൂവർഷിപ്പ് ആണ് ഇപ്പൊ പല ICC ഇവന്റ്സിന്റെയും ടൈമിംഗ് നിശ്ചയിക്കുന്നത്, പ്ലസ് സ്കെഡ്യൂൾ നിശ്ചയിക്കുന്നത്. അതായത് അപ്പൊ അതുകൊണ്ട് BCCI is not keen enough to promote it beyond other continents. അപ്പൊ അത് ഒരു ഡ്രോബാക്ക് ആയിരിക്കും. പോപ്പുലേഷൻ നമ്മളെ അതുകൊണ്ടാണ് they don't have to look beyond. അപ്പൊ പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. കാര്യം ഇപ്പൊ BCCI they are already big. ഇപ്പൊ വേറെ മറ്റേ വേൾഡ് വൈഡ് അത് വളർന്നു എന്ന് വെച്ചിട്ട് BCCIയുടെ ഗ്രിപ്പ് പോകത്തോ അങ്ങനെയൊന്നുമില്ല. they can be even bigger എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ US ഇപ്പൊ വേൾഡ് കപ്പ് നടത്തി. അപ്പം വേൾഡ് കപ്പ് നടത്തിയോണ്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ്. ഇപ്പൊ പലരും ചോദിക്കും അത് US പോപ്പുലേഷൻ എത്രത്തോളം. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട കാര്യം ഇപ്പം പ്രൈമിൽ നിൽക്കുന്ന US പോപ്പുലേഷനെ ടാർഗറ്റ് ചെയ്തിട്ടല്ല US വേൾഡ് കപ്പ് നടത്തുന്നത്. ഇപ്പം ഫ്യൂച്ചറിൽ ഇപ്പൊ ക്രിക്കറ്റ് ഞാൻ പറയുന്നത് ഇപ്പൊ ഇതിനു മുമ്പ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ US പറയുമ്പോൾ ഒരു ബേസ് ഇല്ല. അതായത് ഏഷ്യൻ കൺട്രീസ് കളിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ കളിക്കുന്നു. പക്ഷെ ഇനി പറയുമ്പോൾ പറയാലോ ഇപ്പൊ ടീം USA വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സ്പോർട്സ് ആണ്. അപ്പം അങ്ങനെ പറയാലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത ജനറേഷൻ വരുമ്പം ടീം വേൾഡ് കപ്പിൽ ഇപ്പം സോക്കർ ഇപ്പം ബൂമിംഗ് ആണ് US ഭയങ്കരമായിട്ട് ബൂമിംഗ് ആണ്. എനിക്ക് തോന്നുന്നു വിമൻ സോക്കറും ഭയങ്കരമായിട്ട് ബൂമിംഗ് ആണ് US. അപ്പൊ അതുപോലെ അടുത്ത ജനറേഷൻ നോക്കുമ്പോൾ അപ്പൊ അവർ നോക്കുമ്പോൾ ഓക്കെ ടീം USA വരെ കളിക്കുന്ന ഒരു വേൾഡ് കപ്പ് ഇവന്റിൽ കളിക്കുന്ന ഒരു സ്പോർട്ടാണ് ക്രിക്കറ്റ്. ഈ വേൾഡ് കപ്പിന് ശേഷം അങ്ങനെ ആയല്ലോ. അല്ല നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് പറയാൻ തന്നെ എളുപ്പല്ലേ, നിങ്ങൾക്ക് ടീമൊക്കെ ഉണ്ടല്ലോ അറിയില്ല. അപ്പൊ അത് തന്നെ അവർക്ക് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നേരാണല്ലോ നമുക്കൊക്കെ എപ്പോ ടീം ഉണ്ടായി. അപ്പം അവർക്ക് കുറച്ചും കൂടെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർക്കൊരു ടീം ഉണ്ടെന്ന് പറയുമ്പോ തന്നെ അവർ വിചാരിക്കുമോ നമ്മളൊരു ടീം തുടങ്ങിയെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടല്ലോ. അങ്ങനെ പിന്നെ ഈ ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഈ സ്പോർട്സിനകത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടെന്നീസ്, ഈ ഇന്റർനാഷണൽ ടെന്നീസ് കളിക്കുന്ന അതേ ഡയമെൻഷനിൽ തന്നെയാണ് നമ്മളുടെ ഇവിടെ ഉള്ള ലോക്കൽ പാർക്കിലുള്ള ടെന്നീസ് കോർട്ട്. പക്ഷേ ഒരു ഇന്റർനാഷണൽ പിച്ച് പോലെ നമുക്കൊരു പിച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാടാണ്. പിന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്കിപ്പം വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കളിച്ചപ്പോ എനിക്ക് കളിക്കാൻ പറ്റാതെ പോയത്. ആ പിച്ചിന്റെ പ്രശ്നമായിരുന്നു. ഞാനും വിചാരിച്ചു എനിക്ക് എന്താണ് ബാറ്റ് ചെയ്തിട്ട് ബോളിലൊന്നും കൊള്ളാത്തതെന്ന്. അത് എനിക്ക് അറിയില്ല, പിച്ചിന്റെ പ്രശ്നമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ലെതർ ബോള്, അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞ ഫാൻസ് മെജോറിറ്റി ഫാൻസും ആ ലെതർ ബോൾ കണ്ടിട്ട് പോലും അത് വെച്ച് കളിച്ചിട്ടേ ഉണ്ടാവില്ല. പിന്നെ ലെതർ ബോൾ വെച്ച് കളിക്കണമെങ്കിൽ ഫുൾ ഗിയറിലേ പോയി കളിക്കാൻ പറ്റും. ഒരു അടി കിട്ടിയാൽ നമ്മളുടെ തലയടിച്ചു പോകും. ഇപ്പൊ നമ്മുടെ ലോക്കലി ആയാലും നമ്മളുടെ ഇന്ത്യ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ ഒരു ക്രിക്കറ്റ് സ്ട്രക്ചർ വെച്ചിട്ടായാലും ആരും കൊച്ചു പിള്ളേരും ലെതർ ബോൾ അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവര് ദേ വിൽ സ്റ്റാർട്ട് വിത്ത് അതർ ബോൾസ്. പിന്നെ അവർ നല്ലൊരു പ്ലെയർ ആവുമ്പം ദേ വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ്. അതായത് നമ്മൾ എന്താ പറയാ ആ ഒരു പ്രൈം ക്രിക്കറ്റ് ഡയമെൻഷൻസുള്ള പിച്ചും കാര്യങ്ങളും എല്ലാം ആക്സസ് ചെയ്യണമെങ്കിൽ തന്നെ യു ഷുഡ് ബി അറ്റ് എ സർട്ടൻ ലെവൽ. മേ ബി ഇപ്പൊ ബോംബെ പോലുള്ള ഒരു ബിഗ് സിറ്റീസിലെ കാര്യം ഡിഫറെന്റ് ആയിരിക്കും. അഫ്ലുവന്റ് ആയിട്ടുള്ളവർക്ക് അവിടെ കൊച്ചിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അല്ലാതെ ഞാൻ പറഞ്ഞത് ഒരു ലെവൽ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെവൽ ഓഫ് ആക്സസും പിന്നെ ആക്ച്വൽ ക്രിക്കറ്റ് ഇന്റർനാഷണൽ കളിക്കുന്ന ആ ഒരു ക്രിക്കറ്റ് ഫീൽഡിൽ കളിക്കാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ള സ്പോർട്ട് അങ്ങനല്ലേ. ഇപ്പൊ സോക്കർ എന്ന് വെച്ചാൽ ഒരു ബോൾ എടുത്ത് പാർക്കിൽ പോയ സോക്കർ ഫീൽഡിൽ പോയി എല്ലാവർക്കും കളിക്കാം. പക്ഷെ ഞാൻ ഇപ്പം ഇത് പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കുകയാണ് ഇപ്പൊ ആക്സസിബിലിറ്റി അല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ പുതിയ കൺട്രീസിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് യു ഹാവ് ടു കം അപ്പ് വിത്ത് സംതിങ്. ഇപ്പൊ US പോലും ഇപ്പൊ ന്യൂയോർക്കിൽ തന്നെ പിച്ച് നമ്മൾ ഡ്രോപ്പ് ഇൻ പിച്ച് അല്ലേ, ഓസ്ട്രേലിയയിൽ നിന്ന് പിച്ച് കൊണ്ടുവന്ന് അവർ ഇമ്പോർട്ട് ചെയ്ത് ഇറക്കുകയാണ് ചെയ്തത്. അല്ലാതെ എന്നിട്ട് അവര് ആ ഡിസ്മാൻഡിൽ ചെയ്ത് കളഞ്ഞു സ്റ്റേഡിയം. അല്ല അപ്പൊ ഞാൻ പറഞ്ഞത് ക്രിക്കറ്റിൽ ഡ്രാമ ഇല്ലെന്ന് പറയുന്നത് വെറുതെയാണ്. അല്ലല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അപ്പൊ അത് ക്രിക്കറ്റ് പിച്ച് എന്ന് പറയുന്നത് നമ്മള് വെറുതെ പോയി കളിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതും ചെയ്യണം വലിയ ഫാക്ടറാണ്. കാരണം അവര് ചൂസ് ചെയ്യുന്നത് തന്നെ അങ്ങനെയല്ലേ.
ബൗളിംഗ് വേണോ ബാറ്റിംഗ് വേണോ എന്ന് ചൂസ് ചെയ്യുന്നത് തന്നെ പിച്ച് അതെ. കണ്ടിട്ടാണല്ലോ. അത് ഭയങ്കര ഒരു വിന്നിങ്ങിന് ഒരു അതെ, നന്നായിട്ട്. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നമ്മൾ ഈ ക്രിക്കറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ. അപ്പം ഇപ്പൊ ക്രിക്കറ്റിനകത്ത് നമ്മൾ ഗ്രേറ്റ് ബാറ്റ്സ്മാൻ എന്നൊക്കെ പറയില്ലേ, ബാറ്റ്സ്മാൻ ബോളർ എന്നൊക്കെ പറയുന്നത് ഈ പിച്ച് മാറുന്നതനുസരിച്ച് അവരെ അഡാപ്റ്റും കൂടെ ചെയ്യണം. അതായത് സംബഡി ഈസ് എ ഗ്രേറ്റ് പ്ലെയർ അറ്റ് സം കോണ്ടിനെന്റ്. അപ്പം ഹി മെ നോട്ട് ബി ദ സെയിം ഓൺ എ ഡിഫറെന്റ് പിച്ച് ഓർ ഓൺ എ അപ്പൊ ഡിഫറെന്റ് നമ്മൾ കോണ്ടിനെന്റ്. ക്രിക്കറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ പിച്ച് വിത്ത് പിച്ച് വേണോ എക്സ്പ്ലെയിൻ അല്ല, ചെയ്യാൻ? അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് അല്ല, പക്ഷെ ഇന്റർനാഷണൽ അല്ല, ലെവലില് അതൊരു ഫാക്ടർ ആയ സ്ഥിതിക്ക് ഇതിനെ എന്ന് വെച്ചാൽ ഇപ്പൊ പ്ലേയിങ് ലെവൻ ഉം. നമ്മളിപ്പം ബെസ്റ്റ് പ്ലേയേഴ്സ് ഇപ്പൊ ചില സമയത്തൊക്കെ നമ്മൾ സംഭവിക്കില്ല, അതായത് ടീമിൽ ബെസ്റ്റ് 11 പ്ലേയേഴ്സ് ഉണ്ടാവും. പക്ഷെ ചില പിച്ച് കണ്ടീഷൻസ് കാരണം ദ ബെസ്റ്റ് പ്ലേയിങ് ലെവൻ മേ നോട്ട് നെസസറി ബി ദ ബെസ്റ്റ് പ്ലേയേഴ്സ്. അപ്പൊ അറ്റ് എൻഡ് ഓഫ് ദി ഡേ വിൻ ചെയ്യുന്ന ആള് ഏത് പിച്ചിലും കളിക്കാൻ പറ്റുന്ന ആളായി കളിക്കാൻ പറ്റണം, കറക്റ്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ ഷെയ്ൻ വോൺ ലെജൻഡറി സ്പിന്നർ ആണ്. പക്ഷെ ഹി യൂസ് ടു ടേക്ക് വിക്കറ്റ്സ് അറ്റ് ഓൾമോസ്റ്റ് ഓൾ ദ കോണ്ടിനെന്റ്സ്. പക്ഷെ ഇപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് T20 ഒക്കെ വന്നോണ്ടാണ് എന്തോ ഇപ്പൊ സ്പിന്നേഴ്സ് ഇപ്പോഴാണ് ഞാൻ കൂടുതലും അത് കേൾക്കുന്നത്. അതായത് സ്പിൻ ഫ്രണ്ട്ലി പിച്ച് ആണെങ്കിൽ പേസ് ബോളേഴ്സിന് അത്ര എഫക്റ്റീവ് ആവുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ലെജൻഡറി ബോളേഴ്സ് ഒക്കെ ഏത് പിച്ചിലും എറിയാൻ പറ്റണം, ഏത് ബാറ്റേഴ്സിനെ എവിടെയും കളിക്കാൻ പറ്റണം. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ US പിച്ചസ് തന്നെ ഭയങ്കര ബോളിംഗ് ഫ്രണ്ട്ലി പിച്ചസ് ആയിരുന്നു. നമ്മൾ നോക്കിയിട്ട് ഇപ്പൊ നമ്മുടെ ലെജൻഡറി ബാറ്റേഴ്സ് പോലും കുറെ പേര് പതറി, ഇൻക്ലൂഡിങ് കോഹ്ലി പോലും. എനിക്ക് തോന്നുന്നു US നടന്ന മാച്ചിലൊന്നും പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കോഹ്ലി എന്ന് പറഞ്ഞല്ല, മെജോറിറ്റി ഓഫ് ദ ഗ്രേറ്റ് ബാറ്റേഴ്സ് ഇൻ ദിസ് വേൾഡ് കപ്പ് അവർക്ക് US പിച്ചസിൽ അധികം പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ US എനിക്ക് തോന്നുന്നു ഹിറ്റേഴ്സിനായിരുന്നു കൂടുതൽ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പം എനിക്ക് നമ്മുടെ ബാക്ക് ടു സഞ്ജു സാംസണിലോട്ട് വരുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ അത് സോക്കർ ആയിക്കോട്ടെ എന്ത് കളി ആയിക്കോട്ടെ, കേരളത്തിൽ അധികം പ്രോത്സാഹനം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ രോഹിത് ശർമ്മയുടെ ഒരു ഹിസ്റ്ററി വായിച്ചപ്പം പുള്ളിക്കാരനും അങ്ങനെ ഒരുപാട് അക്സസിബിലിറ്റി ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് വന്ന ആളായിരുന്നു. പുള്ളിക്കാരൻ വളർന്നത് ഗ്രാൻഡ് പേരൻസിന്റെ ഒക്കെ കൂടെയാണ്. പേരൻസിന് അധികം പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഗ്രാൻഡ് പേരൻസിന്റെ കൂടെയാണ് വളർന്നത്. അപ്പം അവിടെ പുള്ളിക്കാരൻ കളിച്ചൊരു കോച്ച് കണ്ട് സ്പോൺസർഷിപ്പ് കൊടുത്ത് അങ്ങനെയൊക്കെയാണ്. പക്ഷെ കേരളത്തിലെ ക്രിക്കറ്റും അത് എനി കൈൻഡ് ഓഫ് സ്പോർട്സ് പ്രോത്സാഹനം കുറവുള്ള പോലെ തോന്നുന്നുണ്ടോ വേറെ സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ? അതും ഒരു ഫാക്ടർ ആണോ കേരളത്തിൽ നിന്ന് ആൾക്കാർ അധികം വരാത്തത്? സോക്കർ ലീഗ്സ് കുറെ കൂടെ അതിപ്പോ അല്ല, നേരത്തെ സോക്കർ ലീഗ്സ് ഞാൻ ഉദ്ദേശിച്ചത് നോർത്ത് കേരളയിൽ സോക്കർ ലീഗ്സ് ഒരുപാടുണ്ട്, ഫുട്ബോൾ ലീഗ്സ് ഒരുപാടുണ്ട് കമ്പയർഡ് ടു ക്രിക്കറ്റ്. ഇപ്പോഴാണ് ക്രിക്കറ്റ് ലീഗ്സ് കുറെയൊക്കെ വന്നു തുടങ്ങിയത്. ഈ ടർഫ് ക്രിക്കറ്റ് ഒക്കെ വന്നതിന് ശേഷം ക്ലബ് ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൂടി. അപ്പം എനിക്കൊന്ന് ഇനിയിപ്പം ഈ IPL വന്നതിന് ശേഷം ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ. അതായത് ഇന്ത്യയിലുള്ള മിക്ക സ്റ്റേറ്റ്സിലും ലോക്കൽ ലീഗ്സും പിന്നെ സ്കൗട്ട് ടീംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാ IPL ടീംസിന്റെയും സ്കൗട്ട് ടീംസ് അവർ ലോക്കൽ എനിക്കൊന്നും നമ്മളൊക്കെ ഉണ്ടായിരുന്നപ്പോ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അല്ല, അത് BCCI ഞാൻ പറഞ്ഞത്. IPL വന്നതിന് ശേഷം എവറി പ്രൈവറ്റ് ടീം ഹാസ് ദെയർ ഓൺ സ്കൗട്ട് ടീംസ്. അത് ഡൊമസ്റ്റിക് മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലും ഉണ്ട്. അതുകൊണ്ടാണ് ഈ സിംഗപ്പൂരിലുള്ള പ്ലെയറിനെ വരെ ടീം ഡേവിഡിനെയൊക്കെ അവർ പൊക്കിയെടുത്തോണ്ട് വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ അയർലൻഡ് പോലുള്ള കൺട്രീസിൽ വരെ ഞാൻ പറഞ്ഞു ഇപ്പൊ എല്ലാവരും പോകേണ്ട അറിയില്ല. അപ്പൊ അവിടെയൊക്കെ ഈ സ്കൗട്ട് മാനേജേഴ്സ് എന്ന് പറഞ്ഞുണ്ട്. അപ്പം ആ സ്കൗട്ട് മാനേജേഴ്സ് റിപ്പോർട്ട് ഈ പല ടീംസിനും കൊടുക്കും തോന്നുന്നു. അപ്പം അവർക്ക് ആവശ്യമുള്ള പ്ലേയേഴ്സിന് ഏത് ലോകത്ത് നിന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കേരളത്തിൽ നിന്ന് കുറെ സഞ്ജു സാംസൺമാരെ പ്രതീക്ഷിക്കാം. കേരളത്തിൽ നിന്ന് സഞ്ജു സാംസൺമാരെ പ്രതീക്ഷിക്കാം, പിന്നെ തീർച്ചയായും. ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പ്രതീക്ഷിക്കാം. സഞ്ജുവിനും ടൈം ഇപ്പൊ നമ്മളെല്ലാരും വിചാരിക്കുന്നത് സഞ്ജുവിന്റെ ഒരു പ്രൈം കഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പം നമ്മൾ ഇങ്ങനെ നോക്കുക, സൂര്യകുമാർ യാദവ് ഹി വാസ് ഓൾസോ എ ഗ്രേറ്റ് പ്ലെയർ. പുള്ളിയും എനിക്ക് തോന്നുന്നു 10-12 വർഷം ലോക്കലി ഫസ്റ്റ് ക്ലാസ്സിലെല്ലാം നല്ലപോലെ പെർഫോം ചെയ്തിട്ട് IPL അടുപ്പിച്ച് 3-4 ഇയേഴ്സ് ഹി പെർഫോംഡ്. അപ്പോഴും ഇതുപോലെ എല്ലാവരും പറയുമായിരുന്നു പുള്ളിക്ക് ഇന്ത്യൻ ടീമിൽ ചാൻസ് കിട്ടണം. പക്ഷെ പുള്ളി കിട്ടില്ല. ഇന്ത്യയിൽ പുള്ളി ഡെബ്യൂ ചെയ്തത് 31 ഇയേഴ്സിലാണ് പുള്ളി ഇന്ത്യൻ ടീമിന് വേണ്ടി ആദ്യമായിട്ട് കളിക്കുന്നത്. ഞാൻ പറഞ്ഞ സഞ്ജു സാംസൺ അത്ര എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ പോസിറ്റീവ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന്. അതെ, അപ്പൊ ഡിസ്നി സഞ്ജുന്റെ ഹാർഡ് കോർ ഫാൻ ആയതുകൊണ്ട് അല്ല, ബിക്കോസ് ഓഫ് ലൈക്ക് പുള്ളി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടാണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഫേവറിറ്റിസത്തിന് അപ്പം ലൈക്ക് ഇത്രയും ഫേവറിറ്റീസ് ഒക്കെ ഉള്ള അങ്ങോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനും അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ആ റേഞ്ചിൽ എത്തുന്നത്. അപ്പൊ ഈ ഈ സിമ്പതി ഫാക്ടർ എനിക്കും അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പുള്ളിക്കാരന്റെ എന്താ പറയാ നല്ല കാലവും വരും. ഈ ലക്കി പറഞ്ഞ പോലെ ഫാക്ടർ ആണല്ലോ. അപ്പം പുള്ളിക്കാരന്റെ ഒരു ലക്കി ഡേ വരും എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവര് ഈ കോഹ്ലിക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറെ അവസരം കൊടുക്കുന്നത് പോലെ പുള്ളിക്കാരന് കുറെ അവസരം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നന്നായി പെർഫോം ചെയ്യും. അപ്പൊ നമ്മൾ അവസരം കിട്ടുന്നതും
ഒരു ഭാഗമാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ചാൻസ് കിട്ടുക എന്നുള്ളത്, ഉം. പിന്നെ ഈ ചാൻസ് കിട്ടുമ്പോൾ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അത് ലക്ക് ഫാക്ടറും കൂടെ വരും. അപ്പൊ ഞാൻ പറയാന്ന് വെച്ചാല് ഇപ്പം രാഹുൽ ദ്രാവിഡ് പുള്ളിയായിരുന്നു രാജസ്ഥാൻ റോയൽസിൽ എനിക്ക് തോന്നുന്നു സഞ്ജു സാംസന്റെ മെന്റർ. അപ്പം പുള്ളിയെ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ശരിക്കും വിചാരിച്ചു രാഹുൽ ദ്രാവിഡ് വന്നപ്പം ഈ സഞ്ജു എപ്പോഴും പറയാറുണ്ടല്ലോ ഈ രാഹുൽ ദ്രാവിഡ് ആണ് പുള്ളിയുടെ ചെറുപ്പകാലം. എനിക്കൊന്ന് മേ ബി 8-10 വർഷം മുമ്പായിരിക്കും പുള്ളി കണ്ടപ്പോ പറഞ്ഞത് യു ഹാവ് എ സ്പെഷ്യൽ ടാലന്റ് എന്നൊക്കെ പുള്ളി അന്ന് പറഞ്ഞിട്ടാണ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് രാജസ്ഥാൻ റോയൽസിൽ. പക്ഷെ പുള്ളി കോച്ചായിട്ട് പോലും ഒരു കൺസിസ്റ്റന്റ് ഒരു ഫ്രീ റൺ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പം പക്ഷെ ഇന്ത്യൻ ടീമിൽ എനിക്ക് അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ വേറെ രീതി നോക്കിയാല് ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് 15. അതുകൊണ്ടാണല്ലോ T20 വേൾഡ് കപ്പിൽ സെലക്ട് ആയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി രാജസ്ഥാൻ റോയൽസ് കളിച്ച 3 പേർക്ക് മാത്രം ടീമിൽ കളിക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു കോയിൻസിഡൻസ് മാത്രമായിരിക്കാം. അപ്പൊ അതിനകത്തൊന്നും IPL ടീമിന്റെ എന്താ പറയാ നമ്മുടെ പൊളിറ്റിക്സോ അങ്ങനെയൊന്നും ഇൻവോൾവ് ആവാൻ ചാൻസ് ഇല്ല. കാര്യം പറഞ്ഞു വരുമ്പോൾ വേൾഡ് കപ്പ് വിന്നിംഗ് ടീമാണ്. അപ്പം സോ ദാറ്റ് മീൻസ് വാട്ട് എവർ ദ ടീം ഡിഡ് വുഡ് ഹാവ് ബീൻ കറക്റ്റ്. ഞാനിപ്പം നമ്മൾ ബാക്കിലോട്ട് ചിന്തിച്ചാല് ശ്രീശാന്തിന്റെ ഒക്കെ നമ്മൾ വൺസ് നമ്മളെല്ലാം വിചാരിച്ച കാര്യമാണ്. അതിനകത്ത് കോഴ ഉണ്ടായിരുന്നു, പുള്ളി തെറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ വൺസ് നമ്മളെല്ലാം വിചാരിച്ച കാര്യമാണ്. പക്ഷെ അത് പിന്നെ അറ്റ് എൻഡ് വന്നു അതൊന്നും അല്ലായിരുന്നു, സത്യമല്ലായിരുന്നു എന്ന്. അപ്പം അതിനകത്ത് വരെ പുള്ളിക്കാരൻ കേരളത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ടാണോ അവസാനം കേറിയിട്ട് വരെ നല്ലൊരു ബൗളറായിരുന്നു പുള്ളി, പുറത്താക്കപ്പെടേണ്ട വന്നത്. കാരണം ആ കേസ് കള്ളക്കേസായിരുന്നു, റിയൽ കേസ് പോലും അല്ലായിരുന്നു. പക്ഷെ എത്ര വർഷം പുള്ളി വെറുതെ ജയിലിൽ കിടന്നു. അപ്പം നമ്മള് സൗത്തിൽ നിന്ന് വന്ന ഒരാൾക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. അല്ല അതെനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് അതിന്റെ റിയാലിറ്റി നമുക്ക് അറിയത്തില്ല. അല്ല പക്ഷെ പുള്ളിക്കാരന്റെ കേസ് തള്ളിയില്ലേ, പുള്ളിക്കാരൻ നിരപരാധിയാണെന്ന് സത്യം പറഞ്ഞാല് ഞാൻ ബെറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഒരു കൗതുകം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഈ ബെറ്റിംഗ് നമ്മൾ പറയാറുണ്ടല്ലോ, ഈ ബെറ്റിങ്ങിനകത്ത് ബെറ്റിംഗ് കാരണം മെയിൻ ആയിട്ട് അക്യൂസ് ചെയ്യപ്പെട്ട എല്ലാവരും ഞാൻ നോക്കിയിട്ട് അവരെല്ലാം പിൽക്കാലത്ത് ദേ ആർ സക്സസ്ഫുൾ ആഫ്റ്റർ ദെയർ കരിയേഴ്സ് ഹാവ് എൻഡഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മുഹമ്മദ് അസറുദ്ദീൻ, അജയ് ജഡേജ, ഇപ്പം ശ്രീശാന്ത്. ഞാനത് ഇവർ ഇൻവോൾവ് ആണോ അല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതിനൊക്കെ തൊട്ട് മുമ്പ് മനോജ് പ്രഭാകർ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായിരുന്നു. സോ ഹി യൂസ് ടു ബോൾ ദ ഫസ്റ്റ് ബോൾ ആൻഡ് ഹി യൂസ് ടു ഫേസ് ദ ഫസ്റ്റ് ബോൾ ആസ് എ ബാറ്റർ. പുള്ളി ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു, ബൗളറും ആയിരുന്നു. പക്ഷെ പുള്ളി ഇതുപോലെ ഒരു സ്പോട്ട് ഫിക്സിങ് വന്നു, പുള്ളി കംപ്ലീറ്റ്ലി അതിനകത്ത് ഇൻവോൾവ് ആണെന്ന് പറഞ്ഞിട്ട് പുള്ളി ടീമിൽ നിന്ന് പോയി. പക്ഷെ പുള്ളി പിന്നെ എനിക്ക് തോന്നുന്നു തെഹൽക്കയാണോന്ന് അറിയത്തില്ല, വേറെ ഏതോ ഒരു വേറെ ഏതോ ഒരു മീഡിയ വഴി തെഹൽക്ക.com. അപ്പൊ അന്ന് ഇതുപോലെ കുറെ വീഡിയോസ് ഒക്കെ വരുമായിരുന്നു, പുള്ളി ഇതുപോലെ സ്പൈ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ അതിനകത്ത് പുള്ളിയുടെ ഇത് വെച്ചിട്ട് അസറുദ്ദീനും ഇവരെല്ലാം ഇൻവോൾവ് ആണ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് കപിൽ ദേവൻ വരെ പുള്ളി അക്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഞാൻ നോക്കിയിട്ട് ഒരു റിയൽ ആയിട്ട് ഒരു റിയൽ ജേർണലിസം പോലെ പുള്ളി ഇതൊക്കെ ചെയ്തിട്ട് പുള്ളി മാത്രം എവിടെയും കേൾക്കാനില്ല. പക്ഷെ അതിനകത്ത് പുള്ളി പറഞ്ഞ റിയൽ ഫിക്സിങ്ങിലും എല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പിന്നീട് ദേ ആർ ഓൾ ഇൻ ദ ലൈം ലൈറ്റ് സ്റ്റിൽ. എനിക്കൊന്ന് മുഹമ്മദ് അസറുദ്ദീൻ സ്റ്റിൽ പ്ലേയിങ് എ മേജർ റോൾ ഇൻ ആന്ധ്ര ക്രിക്കറ്റ്. ആന്ധ്ര ഹൈദരാബാദ് ക്രിക്കറ്റിൽ പുള്ളി ഇപ്പോഴും ഒരു പ്രോമിനന്റ് റോളിലുണ്ട്. പിന്നെ ജഡേജ ഡെഫിനറ്റ്ലി ഇപ്പം കുറച്ചു നാൾ മുമ്പ് ഓഡിയ വേൾഡ് കപ്പിൽ. അല്ല ശ്രീശാന്തും ഇപ്പൊ ലൈം ലൈറ്റിലുണ്ടല്ലോ, പുള്ളിയും ലെജൻസ് ക്രിക്കറ്റും അങ്ങനെ ഉണ്ടോ, ലൈംലൈറ്റിലുണ്ടോ? ഞാൻ അവസാനമായി പുള്ളിക്കാരന്റെ കഥനകഥ മാത്രമാണ് കേട്ടത്. അയ്യോ അതൊക്കെ കുറെ നാൾ മുമ്പ്. ഇപ്പം പിന്നെ കമന്ററിയും അതൊക്കെ പുള്ളി കാര്യം ഇപ്പം ചാനൽസ് ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ ഏതൊക്കെ പല ചാനൽസിലും കോമന്റേറ്റർ ആയിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ഇപ്പൊ അജയ് ജഡേജ അഫ്ഗാനിസ്ഥാൻ ടീമിന്റെ കോച്ചായിരുന്നു, മെന്റർ ആയിരുന്നു ODI വേൾഡ് കപ്പില്. മെയിൻ കോച്ച് ജനതൻ ജോൺ, പക്ഷെ എനിക്കൊന്ന് അസിസ്റ്റന്റ് കോച്ചോ മെന്ററോ ആയിട്ട് അജയ് ജഡേജ ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാൻ ടീമിന്. അപ്പൊ ഞാൻ പറഞ്ഞത് ബാക്കി എല്ലാവരും ക്രിക്കറ്റിംഗ് അവരുടെ ക്രിക്കറ്റ് കരിയർ അവസാനിച്ചിട്ടും they were able to continue with cricket. പക്ഷെ ഞാൻ ഈ മനോജ് പ്രഭാകർ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ശ്രീശാന്ത് ഞാൻ പറഞ്ഞല്ലോ സൗത്ത് ഇന്ത്യക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ക്രിക്കറ്റേഴ്സിനൊന്നും പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതിനൊരു തെളിവല്ലേ ശ്രീശാന്ത് ഫൈനലി വന്നു കളിച്ചു. പക്ഷെ പുള്ളിക്കാരന്റെ വിവാദത്തിന്റെ പേരില്, കോഴ വിവാദത്തിന്റെ പേരിൽ പുള്ളിക്കാരൻ ഔട്ടായി. സോ ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് മനസ്സിലായി അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു വാദമായിരുന്നു, പുള്ളിക്കാരൻ കുറെ ജയിലിൽ കിടന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു തെളിവല്ലേ ഫേവറിറ്റീസ് ഉണ്ടെന്നും ഓരോ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളതിന്റെ തെളിവല്ലേ ക്രിക്കറ്റിലെ പൊളിറ്റിക്സ്. അല്ല ഇപ്പൊ ശ്രീശാന്തിന്റെ കേസ് നമുക്ക് ഫേവറിറ്റിസം ഒന്നും പറയാൻ പറ്റില്ല. കാര്യം ശ്രീശാന്ത് 2 വേൾഡ് കപ്പും കളിച്ച് 2 വേൾഡ് കപ്പ് ടീമിൽ മെമ്പർ ആയിരുന്നു. 2007 T20 ഒക്കെ നടക്കുന്ന സമയത്ത് പുള്ളി പ്രോമിനന്റ് മെമ്പർ. ക്രിക്കറ്റിന്റെ ആ കോഴ വിവാദം അത് അൺനെസസറി അല്ലായിരുന്നു. അപ്പൊ ആർക്കും അതിന്റെ പിന്നിൽ ഒരു പുള്ളിക്കാരനെ വെളിയിൽ ചാടിക്കണം എന്നുള്ള പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഉദ്ദേശം ഇല്ലായിരുന്നു. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമുക്ക് അറിയത്തില്ല. പക്ഷെ
പിന്നീട് ആ കേസ് എല്ലാം തേഞ്ഞു മാഞ്ഞു പോയി. പുള്ളി ഇന്നസെന്റ് ആണെന്നൊക്കെയാണ് ഒഫീഷ്യലി വിധി വന്നത്. പക്ഷേ ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 IPL ടീംസിനെ ബാൻ വരെ ചെയ്തായിരുന്നു ആ വർഷം. ഇവൻ ധോണി ക്യാപ്റ്റൻ CSK, പിന്നെ രാജസ്ഥാൻ റോയൽസ്. അപ്പം ഞാൻ പറയുന്നത് ഇതിനകത്ത് ഒരാളെ മാത്രമല്ല മൾട്ടിപ്പിൾ ടീംസിനെയൊക്കെ ഇമ്പാക്ട് ചെയ്തിരുന്നു. അപ്പം അവർ ബാൻ ചെയ്തൊന്നും ഇരുന്നില്ല ബാക്കി ടീംസിനെയൊക്കെ. അപ്പം നമുക്ക് അതിനകത്ത് ഫേവറേറ്റ്സ് ഉണ്ടോ, ബുക്കിംഗ് കേസിൽ ഫേവറേറ്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവർ പറഞ്ഞിരുന്നത് പുള്ളി മാച്ച് ഫിക്സ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവർ മറ്റേ ഒരു സൈഡ് വെഞ്ചർ പോലെ ഏതൊക്കെയോ ബെറ്റിംഗ് കമ്പനീസിൽ പുള്ളി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതിനാണ്. അപ്പൊ അതിനകത്ത് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാച്ച് ഫിക്സ് ചെയ്തോ ഇല്ല എന്നുള്ളതിനാണ് തെളിവില്ലാത്തത്. അപ്പം അല്ല, പക്ഷെ തെളിവില്ലാതെ ആ കേസ് തള്ളി പുള്ളിക്കാൻ ഇന്നസെന്റ് ആണെന്ന് വിധി വന്നല്ലോ. ഒരു വെള്ള ടൗലൊക്കെ അല്ലായിരുന്നു ആ സമയത്ത് പുള്ളി വെള്ള ടൗൽ എടുത്താൽ. അതെ, അപ്പൊ അതിന്റെ റിയാലിറ്റി നമുക്കറിയില്ല. അല്ല ഇപ്പൊ അതിനകത്ത് ഫേവറേറ്റ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ശ്രീശാന്തിന്റെ എന്റെ ശ്രീശാന്ത് ഉള്ള സമയത്ത് ഹി വാസ് പാർട്ട് ഓഫ് ദ ടീം. പുള്ളിയുടെ സ്കില്ല് വെച്ച് എത്രത്തോളം എത്താൻ പറ്റുമോ ഹി വാസ് വൺ ഓഫ് ദ ടോപ്പ് ബൗളേഴ്സ് ആ സമയത്ത്. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ റിട്ടയർമെന്റ് സമയത്ത് നമ്മുടെ ടോപ്പ് പ്ലേയേഴ്സ് ഒക്കെയാണ് പുള്ളിയെ കുറിച്ച് ഒരുപാട് എഴുതുകയൊക്കെ ചെയ്തു. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ തന്നെ നല്ലപോലെ പ്രൈസ് ചെയ്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ബൗളേഴ്സ് ഇന്ത്യ ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ്. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നില്ല അർഹിക്കുന്ന ഒരു റിട്ടയർമെന്റ് ഒന്നും കിട്ടി റിട്ടയർ ആയ ആളല്ല. പക്ഷെ ആ ഇഷ്യൂ വന്നോണ്ടാണ്. സോ ബാക്ക് ടു നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ്. ഇന്ത്യൻ ക്രിക്കറ്റിന് ഇപ്പോൾ തന്നെ 3 ഫോർമാറ്റ് ഉണ്ടല്ലോ. അപ്പം അതെങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്? എങ്ങനെയായിരിക്കും അതിന്റെ ഏത് ഫോർമാറ്റിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി മുന്നിൽ കാണാൻ പറ്റുന്നത്? അല്ല, അറ്റ് ദിസ് പോയിന്റ് നമുക്ക് അറിയാം, ഒരു 2016 എനിക്ക് തോന്നുന്നു 2016 to 2018 ആ ടൈമിലാണ് T20 T20 ഇന്റർനാഷണൽസ് ODIനേക്കാളും കൂടിയത്. അതായത് ആ വർഷം വരെ രണ്ടും ഉണ്ടായിരുന്നു, കോ എക്സിസ്റ്റ് ചെയ്തിരുന്നു. ODI ഉണ്ടായിരുന്നു, T20 ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു ടൈം ആയപ്പോഴത്തേക്കാണ് T20 ഇന്റർനാഷണൽ ODIക്കാളും നമ്പർ ഓഫ് ഗെയിംസ് ആനുവലി ഹെൽഡ് കൂടിയത്. അപ്പൊ അതിനുശേഷം അതിനുശേഷമാണ് ഒരു പെനിട്രേഷൻ ടു അതർ കൺട്രീസ് കൂടിയത്. അപ്പം ഡെഫിനറ്റ്ലി T20 വിൽ ബി ദ ഫോർമാറ്റ് ഗോയിങ് ഫോർവേഡ്, ഏറ്റവും കൂടുതൽ പോപ്പുലർ. പിന്നെ ഇതിന്റെ 3 ഫോർമാറ്റും പലരും പറയുന്നത് ODI വിൽ നോട്ട് എക്സിസ്റ്റ്. പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാര്യം ODI വിൽ എക്സിസ്റ്റ് ആസ് എ വേൾഡ് കപ്പ്, ലൈക്ക് എക്സിസ്റ്റ് ഫോർ ദ വേൾഡ് കപ്സ്. അതായത് ODI വേൾഡ് കപ്സ് 4 വർഷത്തിൽ ഒരിക്കൽ ഒരു സംഭവമായിട്ട് മാറും. അപ്പം അതിനുവേണ്ടി പ്രോബബ്ലി ആ വേൾഡ് കപ്പ് നടക്കുന്ന 4ാമത്തെ വർഷം, അതിന് തൊട്ട് മുമ്പത്തെ വർഷം കുറച്ച് ടൂർണമെന്റ്സ് ഉണ്ടാവും ആ വേൾഡ് കപ്പിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ODIs വിൽ റിമെയിൻ ഫോർ ദ വേൾഡ് കപ്സ് ആസ് എൻ ഇമ്പോർട്ടന്റ് ഇവന്റ്. പിന്നെ ടെസ്റ്റ് എന്തായാലും സർവൈവ് ചെയ്യും. കാര്യം ഈ പറഞ്ഞ ടോപ്പ് 8 ടീംസിന്റെ ഒരു ആധിപത്യം കാണിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് അതാണ്. പിന്നെ T20 ഡെഫിനറ്റ്ലി ഇൻ ദ ലോങ് റൺ ഇറ്റ് വിൽ ഫ്ലറിഷ് ഈവൻ മോർ. അപ്പം ഇപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരുപാട് കൺട്രീസ് ഇതിലേക്ക് വരുന്നുണ്ടല്ലോ. ഇപ്പം ഇനിയും കുറെ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാനുണ്ട്. ഇപ്പൊ കറന്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ കരീബിയൻ പടാന്നൊക്കെ പറയുമല്ലോ, ഒരു പവർ ഗെയിം, ഫാസ്റ്റ് ബോളിംഗ് അല്ലെങ്കിൽ ഹാർഡ് ഹിറ്റേഴ്സിന്റെ ഒരു ഏരിയ. പിന്നെ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറയത്തില്ല സ്വിംഗ് ബോളിംഗ്, സീം ബോളിംഗ്, ഒരു ബോളിംഗ് അറ്റാക്കിന്റെ ഒരു ഇത്. അതുപോലെ ഇംഗ്ലീഷ് ഓൾസോ, ലൈക്ക് ഇംഗ്ലണ്ട് ഓൾസോ, അവിടെയും ബോളിംഗ് കണ്ടീഷൻസിനെ ഫേവർ ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ ഇന്ത്യ എന്ന് പറയുമ്പോൾ സ്പിൻ ബോളിംഗ്. അങ്ങനെ ഓരോ കോണ്ടിനെന്റിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഈവൻ സൗത്ത് ആഫ്രിക്ക ഓൾസോ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ബാറ്റ്. അപ്പം അതുപോലെ ഞാൻ പറയുന്നത് ഇനിയും പല കൺട്രീസ് വരുമ്പോൾ, സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ വേറെ ആഫ്രിക്കൻ കൺട്രീസ്, അപ്പൊ അവിടത്തേക്ക് വെതർ ക്ലൈമറ്റ്, വെതറും കണ്ടീഷൻസും കാരണം ചിലപ്പോൾ പുതിയ ടൈപ്പ് ഓഫ് ക്രിക്കറ്റ് എമേർജ് ചെയ്ത് വരാം. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു ചൈനീസുകാരോ അല്ലെങ്കിൽ ജാപ്പനീസ് ആൾക്കാരോ ഒക്കെ ക്രിക്കറ്റ് ക്യാച്ചപ്പ് ചെയ്താൽ ചിലപ്പോൾ വേറൊരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. കാര്യം അവരൊക്കെ മാർഷൽ ആർട്സ് ഒക്കെ കളിക്കുന്നവരാണ്. ചിലപ്പോൾ വേറെ ടൈപ്പ് ഓഫ് ഷോട്ട്സ് തന്നെ വരാം. പിന്നെ ഇതിനകത്ത് ഒരു ഒറ്റ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പല കൺട്രീസിലും ഇപ്പൊ എനിക്കൊന്ന് ഹോങ്കോങ്ങിന് പോലും ഒരു നാഷണൽ ടീമുണ്ട്. പക്ഷേ ഈ പല കൺട്രീസിന്റെയും പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, പ്രോബ്ലം അല്ല, അതിനകത്ത് ഈവൻ ദോ ദേ സേ ദ ടീം ഇസ് ഹോങ്കോങ് നാഷണൽ ടീം, അതിനകത്തുള്ള മെജോറിറ്റി ആൾക്കാരും either Indians or Pakistanis ആയിരിക്കും. Yeah, like the USA team. പക്ഷെ USA ടീം അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് എ മിക്സ് ഓഫ് മെനി പ്ലേസസ്. നമ്മുടെ ന്യൂസിലൻഡേഴ്സും അല്ലെങ്കിൽ വെസ്റ്റ് ഇന്ത്യൻ കരീബിയൻസും ഉണ്ട്, ഇന്ത്യൻസും ഉണ്ട്, പല കൺട്രീസും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അതിപ്പോ USA ഒരു റെപ്രസെന്റേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. സ്ലോലി ഇറ്റ് മൈറ്റ് മോർ അമേരിക്കൻസ് മൈറ്റ് കം ഇൻ ദ ഫ്യൂച്ചർ. പക്ഷേ ഈ ചില കൺട്രീസിലെ ഡോമിനൻസ്, ഇപ്പൊ UAE ഒക്കെ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് മൊത്തം എക്സ്പാറ്റ്സ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ക്രിക്കറ്റ് ഒരിക്കലും പോപ്പുലർ ആവില്ല ആ നാടുകളിൽ. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പൊ കറന്റ് നോക്കിയാൽ T20 ഞാൻ പറഞ്ഞില്ലേ, സൗത്ത് അമേരിക്കയിലൊക്കെ കുറെ കൺട്രീസിനൊക്കെ ടീമുണ്ട്. അതും അവിടുത്തെ ലോക്കൽസിനെ വെച്ച് തന്നെ ടീമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ കുറെ കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ ജീത്ത് എപ്പോഴാണ് വിചാരിക്കുന്നത്, ലൈക്ക് ഇൻ ദ നിയർ ഫ്യൂച്ചർ ഗ്ലോബലി ക്രിക്കറ്റിന്റെ ഒരു ഫ്യൂച്ചർ
നിയർ ഫ്യൂച്ചറിൽ എന്തുമാത്രം പോപ്പുലറായിട്ട് നേടും, അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ട് അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും? എന്നുവെച്ചാൽ ഏറ്റവും പോപ്പുലർ ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു പീക്കിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്? ഐ തിങ്ക് ലൈക്ക് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പലരും ഇത് പറയുമ്പോൾ അതിശോക്തി തോന്നിയേക്കാം, പക്ഷേ ഐ പേഴ്സണലി ഫീൽ ഒരു 2035 ആകുമ്പോൾ ക്രിക്കറ്റ് വിൽ ബി ദ മോസ്റ്റ് പോപ്പുലർ സ്പോർട്ട് ഓൺ ദ പ്ലാനറ്റ്, ഈവൻ സർപ്പാസിങ് സോക്കർ. അപ്പം അതിന്റെ കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഒളിമ്പിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഗെയിം ചേഞ്ചർ. പിന്നെ ഏതൊരു ഗെയിമും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പല കൺട്രീസിനും ഒരു പീക്ക് ഒരു സർജ് ഉണ്ടാവും. അപ്പൊ ഞാൻ ആ സർജ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ 2 rounds ഓഫ് ഒളിമ്പിക്സ്. 2032 ഒളിമ്പിക്സ് കഴിയുമ്പോൾ അതിന് ഒരു ക്രിക്കറ്റിന് ഐ വുഡ് സേ ഇറ്റ് വിൽ ബി എ ഗെയിം ചേഞ്ചർ. 2032 ഒളിമ്പിക്സ് ആകുമ്പോഴേക്കും സെക്കൻഡ് ടൈം ഇൻ ഒളിമ്പിക്സ് ആയിരിക്കും. ഇറ്റ് വിൽ ബി എ ഗെയിം ചേഞ്ചർ. സോ ഐ ബിലീവ് ദാറ്റ് 2035 will be the year when cricket will be at its peak. So the best days of cricket are yet to come. And it will surpass all the other sports. നമ്മൾ അത് കാണാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. Definitely. അതെ. അപ്പം ക്രിക്കറ്റിന്റെ ഒരു നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് thank you very much, Jeet, for coming to my thank you so much. Bilingual with It was a Disney, pleasure and talking to you. thank you very much and bye.